വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ബഹുമാന്യ കർത്തൃദാസനെ കൂടി ശ്രേഷ്ഠമേറിയ ആലോചനകൾ ദൈവം തന്നതിനാൽ ദൈവത്തിന് മഹത്വം. കർത്തൃദാസനെ വീണ്ടും ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ദേശത്ത് വീണ്ടും ഇങ്ങനെ ഈ സുവിശേഷ യോഗം നടത്തുവാൻ ദൈവം കരുണ ചെയ്തു. അതിന് മുഖാന്തരമായി വാത്സല്യ കുടുംബത്തെ ദൈവം ഒരുക്കി. അതിന് മുൻപിൽ പ്രവർത്തിച്ച് അധ്വാനിച്ചവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെഴുത്താണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് അവന്റെ അടുക്കൽ ചെന്ന് അവനോടും ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ മോശിപു ജിതരൂപ നമോ നമോ മഹിപാദം യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ മോശിപു ജിതരൂപ നമോ നമോ മഹിപാദം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അദ്ദേഹത്തിന് വണ്ടിയുടെ പെട്രോൾ തീർന്ന് പോകണമെന്ന് പറഞ്ഞു. മോൻ ഇനി പൊക്കും ഒരു പരിപാടി ശരിയാക്കില്ല. ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കർത്തദാസി സാക്ഷ്യം പ്രസ്താവിച്ചപ്പോൾ അതിനകത്ത് എല്ലാ കാര്യവും അടങ്ങിയിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. പാസ്റ്റർ എഴുന്നേറ്റപ്പം ഞാൻ പറഞ്ഞോട്ടെ നല്ല സാക്ഷ്യമാണെന്ന് പറഞ്ഞു. പാസ്റ്റർ എനിക്ക് സമയം തരാൻ വേണ്ടിയാ എഴുന്നേറ്റത്. നിങ്ങളിലും ചിലരെ ഓർത്ത് കാണും തല എന്തിനാ കയറി ഇതെല്ലാം പറയുന്നതെന്ന്. നിങ്ങളെ കൊണ്ട് ആരെയെ കൊണ്ടും ഒക്കാത്ത കാര്യമാണ് കർത്തദാസിയെ കൊണ്ടൊത്തത്. അഭിപ്രായമൊക്കെ പറയാനും വകുപ്പൊക്കെ പറയാനും കാശുള്ള പെണ്ണുങ്ങളെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇറക്കുകയല്ല ഉണ്ടൊക്കെ ഒത്തിരിയുണ്ട്. പിന്നെ ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ തങ്ങളുടെ കാശുണ്ടെന്ന്. പക്ഷേ അമ്മാമ്മ വിശ്വാസത്താൽ ഈ കാര്യമെല്ലാം ചെയ്തു. അത് വിലപ്പെട്ട സാക്ഷ്യമാണ്. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ഞാനൊരു പാവപ്പെട്ട സഹോദരിയാ പ്രസംഗിക്കാൻ പറയണം, ഒന്നും തരത്തില്ല. ഞാൻ പറഞ്ഞു വരാം, പക്ഷേ ഡേറ്റ് നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊടുത്തും പ്രസംഗിച്ചിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ. അതൊന്നും ഇപ്പം പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. എവിടെയും യേശുവിൻ്റെ നാമം ഉയരട്ടെ. അതുകൊണ്ട് ജാകുന്നതിന് മുന്നേ യോഗം നടത്തണം. 10 ആഴ്ച ഒന്നും തരണ്ട, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഇങ്ങനെയൊക്കെ പറയുള്ളൂ, അതേ ഉള്ളൂ. കാശെല്ലാം ഇട്ടുകൊണ്ടിരുന്ന അവസാനം ഇപ്പം ഉമ്മനാട് സൈഡിലൊക്കെ കാശ് ആർക്കാന്ന് പോലും അറിയാൻ മേല, എല്ലാം പേരില്ലാതെ കിടക്കുക. ആണെന്ന് സത്യം. തിരുവല്ലയിലാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ആൾ പറഞ്ഞു ആളിനെ വെച്ചിട്ടില്ല, കോടിക്കണക്കിന് എന്തോ ചെയ്യാൻ. ആർക്കും ഇത് ഉതകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാം. വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാന് വാതിക്കൽ നിന്ന് മുട്ടുന്നു. വളരെ പരിചിതമായ തിരുവെടുത്ത വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എപ്പോഴാണ് പ്രസംഗം നിർത്തേണ്ട? ടൈമൂടെ ഒന്ന് പറഞ്ഞാൽ കൃത്യം നിർത്താം. മൈക്ക് കൂടെ പറഞ്ഞു 6 മണി മുതൽ 9 മണി വരെ സമയം. 9 നിർത്തായിരുന്നു. 9 തന്നെ നിർത്താം. ഇല്ല പിന്നെ ചിലരിരുന്ന് മുരടും. ആ വാക്കോടി ഞാൻ തരും. ഈ പലർക്കും പല അഭിപ്രായങ്ങളെ. ഇന്നാളൊരാൾ പറഞ്ഞ അയാൾക്ക് വെളി ഒന്നും ഉള്ളവനല്ല, അങ്ങ് പോകുമെന്ന്. അപ്പോൾ അത് ഞാൻ ഇന്ന് കൃത്യം 9 നിർത്താം. പിന്നെ സമയം വേണമെങ്കിൽ സെൻട്രൽ പാസ്റ്റർ പറയുകയാണെങ്കിൽ മുമ്പോട്ടെടുക്കാം. അതേ ഒക്കുള്ളൂ. അപ്പം 9 തന്നെ നിർത്താം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെടുത്താണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന് മഹത്വം. വേറെ പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം വീണ്ടും കൂടെ ആവർത്തിക്കുന്നത്, കാരണം ഇതൊരു സുവിശേഷമായതുകൊണ്ടാണ്. ഈ സത്യവേദ പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് നമുക്കറിയാം വെളിപ്പാട് പുസ്തകം.
ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാനും ഒക്കത്തില്ല. ഇതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. കാരണം എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസികളാണ്. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. അതിന് മുഖാന്തരമാക്കി ദൈവം ഈ കേരളത്തിൽ ശക്തമായിട്ട് ഉപയോഗിച്ചത് പെന്തിക്കോസുകാരെ അല്ല, CMSലെ മിഷണറിമാരെയാണ്. പെന്തിക്കോസുകാർ പിന്നെ ഇതിനകത്തെ കാര്യമെല്ലാം ആവോളം പറയുന്നുണ്ട്. ഈ പുസ്തകം ഈ പരുവത്തിന് കിട്ടാൻ വളരെ അധ്വാനിച്ചത് CSIയിലെ മിഷണറിമാരാണ്. ബെഞ്ചമിൻ ബെയ്ലി അടക്കമുള്ളതായ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ. ആ പുസ്തകം നമ്മുടെ കയ്യിൽ വളരെ കൃത്യമായിട്ട് കിട്ടി. അപ്പൊ ഇത് എടുത്തത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. ഇത് കൊണ്ട് നടക്കുന്നത് വലിയ ഭാഗ്യമാണ്. തന്നെയല്ല, ഇത് വെളിപ്പാട് പുസ്തകം 1:3 ആ ഭാഗ്യത്തെ പറ്റി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം ആണെന്നല്ലോ എടുത്ത്. അപ്പം 3 ഒന്നുകൂടെ വായിച്ചു. അറിവുള്ള വാക്യം എങ്കിലും ഒന്ന് വായിച്ചു. നിങ്ങളെ സഹോദരിമാരോ ആരെങ്കിലും ചടികടാന്ന് വായിക്കാൻ ഈ പാസ്റ്ററെ കൊണ്ട് വായിപ്പിക്കുന്ന എനിക്കൊരു പ്രയാസം പോലെ തോന്നുന്നു. എന്നാലും പാസ്റ്റർക്ക് കുഴപ്പമില്ലേക്ക് വായിച്ചു 1:3. മോനെ ഒരു മൈക്ക് അങ്ങോട്ട് കൊടുക്കുക. അതിനെ ഒക്കത്തില്ല, ആകെ എത്ര ഉള്ളു. ഉള്ളതാണ് രണ്ടെണ്ണം ഇരിക്കുന്നു. പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പൊ ഇന്ന് രാത്രി എല്ലാവർക്കും ഭാഗ്യം വരും. വായിച്ച് കേൾപ്പിക്കുന്നയാള് ഭാഗ്യവാനാണ്. ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും ആ ഭാഗ്യം, പാസ്റ്റർക്കും അമ്മാമയ്ക്കും. സ്തോത്രം. മാത്രമല്ല, അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഭാഗ്യദോഷികളായിപ്പോ അല്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഭാഗ്യമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ചിലര് ചിന്തിക്കുന്നത് എങ്ങനെയാ ഇവർക്ക് രണ്ടുപേർക്കും അല്ല, ഇത് പ്രമാണിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ തിരുവെടുത്ത്, ദൈവത്തിന്റെ വചനം, എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസിയാണ്. ഇത് നമ്മുടെ കരത്തിൽ ലഭിച്ചതിനാല് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 66 പുസ്തകം. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ പഴയ നിയമത്തില്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ്. ഇത് 27 പുസ്തകം ഞാൻ സാധാരണ പറയും, നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ്. 8 പേരാണ് എഴുതിയത്. 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര് പത്രോസും മത്തായിയും അതുപോലെ തന്നെ യോഹന്നാനും പൗലോസും. അപ്പോസ്തലന്മാരല്ലാത്ത 4 പേര് യാക്കോബും യൂദയും മർക്കോസും ലൂക്കോസും. അതിൽ യോഹന്നാന്റെ 5 പുസ്തകം ഈ തിരുവെടുത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സുവിശേഷ പുസ്തകം, 3 ലേഖനങ്ങൾ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അപ്പോൾ ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. രണ്ടും താരതമ്യ പഠനം നടത്തിയാൽ ഉൽപ്പത്തിയിൽ പലതിൻ്റെ ആരംഭമാണ്, വെളിപ്പാടിൽ പലതിൻ്റെ അവസാനമാണ്. അങ്ങനെ വളരെ താരതമ്യ പഠനം നടത്തിയാൽ ചേർച്ചയുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒത്തിരി വിശേഷതയിൽ ഒരു വിശേഷത പറയാം. കർത്താവിന് മഹത്വം. ഇത് എഴുതി 1600 കൊല്ലം കൊണ്ടാണ് എഴുതിയത്. പക്ഷേ തിരുത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. അന്ന് എഴുതിയത് നമുക്ക് വെട്ടണം, വേറെ ഇച്ചിരി ചേർക്കണം, അങ്ങനത്തെ ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. കാരണം ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്ന ദൈവത്തെ പറ്റി തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് വേറെ ഒരുത്തരും വന്ന് കയറിയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദൈവം കളിക്കാം. എന്നാൽ തങ്കനെയും കൂടെ കയറ്റി ദൈവമാക്കാം. കോട്ടയത്തുണ്ടായിരുന്ന ദൈവം തങ്ക. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് അങ്ങനെ തങ്കയും കയറണ്ട, ചാന്തമ്മയും കയറണ്ട, ബാബുവും കയറണ്ട, ഓരോരുത്തർ ഇതിനകത്ത് കയറണ്ട. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെയാ വെളിപ്പാട് പുസ്തകത്തിൽ. കാരണം ഉൽപ്പത്തി ആദ്യം വായിക്കുന്നത് ആദിയിൽ ദൈവം, അങ്ങനെ ആയിരിക്കുന്നത്. ആദിയിൽ ദൈവം, ആ ദൈവത്തെ പറ്റി തന്നെ 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഏകദൈവം യേശുക്രിസ്തു. തീത്തോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. അപ്പോൾ ഈ പുസ്തകത്തിന് ഗതികേടൊന്നും വന്നിട്ടില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11 പഠിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത് അവൻ സകലത്തിൽ സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിന്റെ വിശേഷത. ഞാനധികം വിവരിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ലഭിച്ച വെളിപ്പാടുകൾ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് പുസ്തകത്തെ പറ്റി പല കാര്യങ്ങൾ പഠിക്കേണ്ടതും പഠിപ്പിക്കുന്നവരുമുണ്ട്. നന്നായി പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ആത്മീയ ലോകത്തുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഇത് നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ചവർ ഇതിനകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഭാഗത്തൊന്നും കൈവെക്കുന്നില്ല. കാരണം എന്തിനാ അറിയാത്ത കാര്യത്തിൽ കയറി കൈവെക്കുന്നത്? അറിയാവുന്ന കാര്യം ലളിതമായിട്ട് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ചിന്തിച്ച് പിരിയാം. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം 22 അധ്യായമാണ്.
ഇത് ആരുടെ വെളിപ്പാട് എന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന. ഒന്നാം വാക്യം വായിച്ചു, 1:1. മൈകില്ലേ അമ്മേ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ, സഭയുടെ നേതാവിന്റെ വെളിപ്പാടല്ല, അപ്പോസ്തലന്മാരുടെ ആരുടെയും വെളിപ്പാടല്ല, സഭാപിതാക്കന്മാരുടെ വെളിപ്പാടുമല്ല. ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയ വെളിപ്പാടല്ല, ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പണ്ട് ഒരാൾക്കൊരു വെളിപ്പാട് കിട്ടി, കൂടാരപ്പള്ളി തൊമ്മന്. അതിന്റെ ഗതികേട് ഇപ്പോഴും തീർന്നിട്ടില്ല. തൊമ്മൻ ചാകുകയും ചെയ്തു. പരമാർത്ഥിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇട്ട് ഉരുക്കി, അദ്ദേഹം കുഴഞ്ഞു. ഇപ്പം പിന്നെ അധികം ആളൊന്നുമില്ല, വെളിപ്പാടുകാരെല്ലാം പോയി. ഈ ഏരിയയിലുണ്ട് ഇച്ചിരി, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏരിയയിൽ കുറച്ച് പേരുണ്ട്, അത് പോട്ടെ. കൂടാരത്തൊമ്മന് കിട്ടിയ വെളിപ്പാട് അത് മലപ്പള്ളി സൈഡിലുണ്ട്. ഇപ്പം അതെല്ലാം പരുവക്കേടായി. തൊമ്മന് കിട്ടിയ വെളിപ്പാടാ. യേശു വരുന്നെന്ന് ഡേറ്റും എല്ലാം പറഞ്ഞു. പാവത്തുങ്ങളെല്ലാം കൂടെ കാത്തിരുന്ന് സമയമായപ്പം വന്നില്ല. അതിൽ പ്രധാന ആൾ കിടന്ന് കുഴഞ്ഞു, മിന്നുമൊക്കെ പറിച്ചുകൊണ്ട് വെച്ചെന്ന. അതെല്ലാം പിന്നെ പരുവക്കേടായി. പിന്നെ പുള്ളി അകത്തോട്ട് കയറി ദുഃഖത്തോടെ ഒരു പാട്ടുമൊക്കെ. അങ്ങനെ ഒരു പരമാർത്ഥിയായിരുന്നു. ഈ തൊമ്മൻ ഇട്ട് കുഴച്ചതാണ്. ആവശ്യമില്ലാത്ത വെളിപ്പാടെല്ലാം കൂടെ തൊമ്മൻ കയറി പറഞ്ഞ് പാവത്താനത് കേട്ട് സ്തോത്രം അങ്ങനെ ഇട്ട് കുരുക്കി. പിന്നെ പുള്ളി ഇച്ചിരി ബുദ്ധിമാനായതുകൊണ്ട് അകത്തോട്ട് കയറിച്ച് പുറത്തോട്ടിറങ്ങി വന്നെന്നാ പറഞ്ഞത്. നിങ്ങൾ കർത്താവ് മനുഷ്യപുത്രൻ്റെ ഒരു ദിവസത്തിനായി കാത്തിരിക്കും, കാണുകയില്ല താനും. അങ്ങനെ പറഞ്ഞൊരു പരുവത്തിനാക്കി. പിന്നെ ഒരു പുസ്തകമൊക്കെ എഴുതി, ഒരു പാട്ടുമൊക്കെ എഴുതിയെന്ന. അത് പിന്നെ പോട്ടെ. അപ്പൊ ഇത് അവരുടെ ആരുടെയും വെളിപ്പാടല്ല, ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകം മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാര്, ചില ആൾക്കാർ പറയുന്നത് പ്രധാനപ്പെട്ട വിഷയം സഭ എടുക്കുന്നതാണ്, അത് വിഷയമാണ്. പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമാണെന്നാണ്. 13-ാം അധ്യായം കൂടെ ചേർത്ത് പഠിപ്പിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതാണ് പ്രധാന വിഷയമെന്നാ ചിലർ പറയുന്നത്. അത് വിഷയമാ, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്. അത് ചില ആൾക്കാർ ആ വിധത്തിലാണ് പറഞ്ഞത്, ഇതാണ് പ്രധാന വിഷയം, അത് ഞങ്ങൾ തന്നെയാണെന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ മകൻ നമ്മളിപ്പോൾ തർക്കിക്കാനൊന്നും പോകണ്ട, അതല്ല ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. 144 അല്ല വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം 2 സാക്ഷികൾ. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ, മോശയും ഏലിയാവും, അല്ലെങ്കിൽ ഹാനോക്കും ഏലിയാവും എന്നൊക്കെ വാദവും തർക്കമൊക്കെ നടക്കുക. അപ്പോൾ തർക്കിക്കാനും സ്ഥാപിക്കാനും ഒക്കെ തുനിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അവർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2 സാക്ഷികളാണെന്നാണ്. അത് വിഷയമാ, പക്ഷെ അതല്ല വെളിപ്പാടിലെ പ്രധാനപ്പെട്ട വിഷയം. വേറെ ചില ആൾക്കാരെ പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 1000 ആണ്ട് വാഴ്ച, ദോഷവും ശാപവും അക്രമവും അനീതിയും തമ്മിത്തല്ലും കൊലപാതകവും ദുഷ്ടതയും ചതിവും ഇല്ലാത്ത നല്ല ഒരു ഭരണം നടക്കുന്ന 1000 കൊല്ലം. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് ചിലര് പഠിപ്പിക്കുന്നു. അത് വിഷയമാ, പക്ഷെ അതല്ല വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണം. അത് ചിലർക്ക് പ്രധാന വിഷയമാണ്. കാരണം സഭായുഗത്തിന് മന്ദിരത്തിൽ കല്യാണത്തിന് പോകുന്ന ആൾക്കാരുണ്ട്, ഉണ്ട്. സഭായുഗം ഒന്നെന്നുള്ളത് 1:10 പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കല്യാണത്തിന് 1 1:30, അത് കഴിഞ്ഞ് പിന്നെ നല്ല പെരുക്ക് 3 മണി കഴിഞ്ഞാലും എഴുന്നേൽക്കുകയല്ല, നിന്നിരുന്ന് പെരുക്കും. അതാ അവർക്ക് പ്രധാന വിഷയം. ശുശ്രൂഷ ഇപ്പം അല്പം മുമ്പോട്ട് പോയാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. വീട്ടുകാരും നടത്തിപ്പുകാരും എന്ന് പറയും പെട്ടെന്ന് കെട്ടിച്ചോണം, ഒത്തിരി ഒന്നും പ്രസംഗിക്കുമെന്നും. എന്നാൽ നമ്മൾ പറയാം, എന്നാൽ ഇനി ഒത്തിരി ഒന്നും കഴിക്കരുത് കുഞ്ഞന്നാമേ, കുഴഞ്ഞു നിന്നുകൊണ്ട് കഴിച്ചു ഓടിക്കണം. അങ്ങനെ ആരും പറയത്തില്ല, അത് പറഞ്ഞ ഏൽക്കുകയില്ല. എല്ലാത്തിനും ഷുഗറും തീനോ ആണെന്നില്ല, നല്ല പെരുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. സിബിടാന്നല്ല, സിബെല്ലാം ഇങ്ങനെ തുറന്നിരിക്കുക. അപ്പൊ ചിലർക്ക് കല്യാണമാണ് പ്രധാന വിഷയം. അപ്പൊ ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണമാണെന്നാണ്. അത് വിഷയമാണ്, അതൊന്നുമല്ല വെളിപ്പാടിലെ പ്രധാനപ്പെട്ട വിഷയം. വേറെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. അതാണ് വെളിപ്പാടിലെ പ്രധാന വിഷയമാണ്. അതും വിഷയമാണ്, പക്ഷെ അതൊന്നും അല്ല പ്രധാന വിഷയം. ഞാൻ എല്ലാം വിവരിക്കുന്നില്ല, നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാ. ഒരു കാര്യം പറയാം, നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ? ഒരു കാര്യം പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവാണ്.
യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാണ് ഇതിലെ പ്രധാന വിഷയം. സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാടാണ് യോഹന്നാൻ ഉണ്ടായത്. യേശുക്രിസ്തു ആരാ? അവിടെ 6 കാര്യം 5-6 വാക്യം ഒന്ന് വായിച്ച 1-ാം അധ്യായത്തിന്റെ 5-6. യേശുക്രിസ്തു ആരാ? വിശ്വസ്തനും വിശ്വസ്ത സാക്ഷിയും. ഒന്ന്, യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. ദൈവത്തിനകത്തും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന എന്നെയും നിങ്ങളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു വിശ്വസ്തനാണ്. വിശ്വസ്ത സാക്ഷി. ഇവിടുത്തെ സാക്ഷികളെല്ലാം കള്ളസാക്ഷി പറയും. എഴുന്നേറ്റ് നിന്ന് കള്ളസാക്ഷി പറയുന്ന എത്ര എണ്ണമുണ്ട്? സഭായുധനാന്തിൽ നിന്ന് ഒരു ചെറിയ പനിയായിരിക്കും, ഉടനെ അത് പറഞ്ഞു ഇന്ന് ഞാൻ മരണപത്രത്തിൽ അകപ്പെട്ടു. ഒരു പനി ശ്വാസം മുട്ടലും വന്നത് അത് ചെറുതെന്നല്ല, അതങ്ങ് പൊലിപ്പിച്ചങ്ങ് പറയുന്ന ആൾക്കാരുണ്ട്. ചെല്ലുമരത്തിൽ ഞാൻ ഇന്നലെ ചത്തുപോകുമെന്ന് വിചാരിച്ചതാണ്. കുഴപ്പമില്ല, ഈ പൊലിപ്പിച്ച് പറയാൻ നമ്മളെ പോലെ മിടുക്കര് വേൾഡിൽ ആരുമില്ല. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അറിയാമല്ലോ. ഒരിച്ചിരി കിട്ടിയാൽ മതി, അത് നല്ല പർവ്വതീകരിച്ച് പറയാൻ നല്ല മിടുക്കൻ സാമർഥ്യം. കാരണം വർഷങ്ങളായിട്ട് നമ്മളിത് ശീലിച്ചത് കൊണ്ട് അതിന് തപ്പം തടവൊന്നുമില്ല, നല്ല ഒഴുക്കിലിങ്ങനെ വരും. അപ്പൊ ഇവിടെ എല്ലാവരും 99 കള്ളസാക്ഷിയാണ്. എന്തായാലും എൻ്റെ പേര് പറയുന്നത് ക്ഷമിക്കണം, ജോർജ് കുട്ടിയെ കാണിച്ചാൽ മതി, ആള് തിരിയും. പഴയ ഭാഷയാ, ഇവിടെ ഇരിക്കുന്ന ജോർജ് കുട്ടിയുടെ കാര്യമല്ല. ഇത് കാണിച്ചാൽ മതി ആൾക്കാര്. ഇപ്പൊ അച്ചാന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും വേറൊരാൾ വന്ന് കാഴ്ചിച്ചിട്ട് കൂടുതൽ അച്ചാൻ എതിര് പറയും. അപ്പൊ തന്നെ പറയുന്നുണ്ടോ എന്നുള്ളതാ. എതിര് പറയും. അച്ചാൻ കൊടുക്കുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ വേറെ ആരെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ നേരെ എതിര് പറയും. അവൻ പറയും കുഞ്ഞുവനെ എനിക്കറിയാന്ന് പറയും. എന്നെ കൊണ്ട് ചരിത്രമൊന്നും ഇവിടെ ആരും വിശ്വസ്തരല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. 10 രൂപ കാണിച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അച്ഛ എന്ന് പറഞ്ഞ് സഹോദരിമാരൊക്കെ പുറകെ നടക്കുക, ഭർത്താവിന്റെ പുറകെ. അങ്ങനെ വേണം. ഹിന്ദിയാ. മൂശാരിക്കാവിലല്ല ജനിച്ചെങ്കിലും എപ്പോഴും ഹിന്ദിയെ പറയുള്ളൂ. അപ്പൊ ഈ അച്ഛ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത് വിശ്വസ്തതയൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാവരുടെയും കാര്യമല്ല. പേര് കൂട്ടി ആധാരമുണ്ട്, നിന്റെ കണ്ണടയുമ്പം കുഞ്ഞമ്മയുടെ കയ്യിലിരിക്കുക. സ്തോത്രം. എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ സിംഹഭാവം അങ്ങനെ. എന്തിനാ? സ്വന്തം മക്കളും അമ്മയും കൂടെ അപ്പന് പ്രായമായ അല്പം ക്ഷീണമായി പരുവക്കേടായി, അമ്മ നല്ല ജോറായിട്ട് നിൽക്കുക, അപ്പനെയും കൂട്ടിക്കൊണ്ട് കാറെ കയറ്റി അനാഥശാലയെ കൊണ്ടുപോകാം, അപ്പനെ അവിടെ ഉപേക്ഷിക്കാൻ, അവിടെ വിടാൻ നടന്ന കാര്യമാണ്. പെന്തിക്കോസുകാർ കാണിച്ച കാര്യമാണ്. മറുഭാഷ പറയുന്ന മറിയാമ്മ ചെയ്ത കാര്യമായി പറഞ്ഞു. മറിയാമ്മ നല്ല തള്ളയുടെ പേര് ഞാനൊരു പേര് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. കൈക്ക് പിടിച്ച് അടുക്കാറായപ്പോൾ പുള്ളിക്ക് മണമടിച്ചു, അവിടെ കൊണ്ടിട്ടേച്ച് പോകാനാണ്. അപ്പൊ പുള്ളി കാറിനകത്തിരുന്ന് മക്കളോടും പിള്ളേരോട് പറഞ്ഞു, അയ്യോ മറിയാമേ നല്ല പേര് ഞാനങ്ങ് ഇടുക, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ അവിടെ കൊണ്ടാക്കരുത്, ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടാക്കിയേച്ച് പുള്ളി കൈക്ക് പിടിച്ചപ്പോ കൈ തട്ടിയേച്ച് പോയി. എല്ലാവരും അങ്ങനെ ആണെന്നല്ല, എന്നാൽ ഭർത്താവിനെ മരണം വരെയും വിശ്വസ്തയോടെ നല്ല മനസ്സോടെ സന്തോഷത്തോടെ ദൈവകൃപയോടെ ശുശ്രൂഷിച്ച മാന്യ സഹോദരിമാരും ഉണ്ട്, ഇല്ലെന്നല്ലി പറഞ്ഞത്. പക്ഷെ സിംഹഭാഗവും അവിശ്വസ്തര. ഭർത്താക്കന്മാരും എല്ലാവരും വിശ്വസ്തരല്ല. മോളി എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും വിശ്വസ്തരല്ല. ഇവിടുത്തെ മോളിയുടെ കാര്യമൊന്നും അല്ലി പറഞ്ഞത്. മനസ്സിലായോ? സൂസൻ പാമ്പ് ചുറ്റുമ്പോൾ സൂസൻ എന്ന് തെളിച്ച് പറയുന്നത്. ഇത് വിശ്വസ്തത ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ കണ്ണടഞ്ഞാൽ മതി, അവൻ അന്നേരം പോയി കല്യാണം കഴിക്കുന്നതിന് എതിരൊന്നുമല്ല ഞാൻ. അത് രീതിയാണ്. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. നീ സുഖമില്ലാതെ കിടന്ന നീ അട്ടിലെ കിടക്കും, അവൻ തട്ടദോഷം കഴിക്കും, പിന്നെ 2 എണ്ണം കൊണ്ടുവരികയാണ്, നീ ഭാഗ്യവതി, നിനക്ക് അത്രേ. എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഈ പറഞ്ഞത്. ഇവിടെ എല്ലാവരും വിശ്വസ്തരല്ല. മക്കളെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. എത്രയോ മാതാപിതാക്കളെ വേലക്കാരാ നോക്കുന്നത്. എത്ര എണ്ണത്തിന്? ഇഷ്ടം പോലെ, കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കൊച്ചുങ്ങളൊന്നും അടുത്തുമില്ല. വെള്ളം പോലും തള്ളയുടെയും കണ്ണടയുമ്പം ഇച്ചിരി വെള്ളം പോലും കൊടുക്കാൻ, അടുത്ത് നിൽക്കാൻ, ഒന്ന് കണ്ടേച്ച് കണ്ണടയ്ക്കാൻ ഒന്നും ഒക്കുന്നില്ല. കാശിനോട് ആർത്തി കാരണം അങ്ങ് പോവില്ലയോ? അതെ, നിങ്ങളെന്നെ ഇങ്ങനെ പമ്മിയിരിക്കുന്നത് ഉണ്ടാതെ ചെയ്തേച്ച് പറഞ്ഞ് എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ ശുശ്രൂഷിക്കാൻ പോവുക, അവരുടെ കണ്ണടയുന്നത് വരെ വന്ന് ശുശ്രൂഷിച്ച് ജോലി അങ്ങ് പോയി. ഭാര്യയോട് പറഞ്ഞ് നീ ജോലി ചെയ്യുക, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് ഇച്ചിരി ശമ്പളം കൂടുതൽ കിട്ടും, അതുകൊണ്ട് പുള്ളിക്ക് അത്രയും ശമ്പളമില്ല. അതുകൊണ്ട് പറഞ്ഞു ഞാൻ പോകാം. എന്നെ ജനിപ്പിച്ച് വളർത്തി എൻ്റെ അപ്പനാ, കഷ്ടപ്പെടാൻ അനുവദിക്കില്ല. നാട്ടിൽ വന്ന് അപ്പനെ നന്നായി ശുശ്രൂഷിച്ചു, നല്ലതുപോലെ ശുശ്രൂഷിച്ചു.
കണ്ണടയുന്നത് വരെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി തിരിച്ചു ചെന്നപ്പം നേരത്തെ ചെയ്തതിലേക്കാളും മെച്ചപ്പെട്ട ജോലി കൊടുത്തു. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാ. എല്ലാവരും അങ്ങനെ ആണെന്നൊന്നും അല്ലി പറഞ്ഞത്. അപ്പോൾ ഇവിടെ മക്കളെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. കണ്ണടയുമ്പോൾ നോക്കിയിരിക്കുക. പേരിക്കുട്ടി പിള്ളേ ചത്ത കഴിയുമ്പം വരും. വല്ല നമ്മളേക്കും ചോദിച്ചാൽ എന്നാ പോകുന്നത്, ചില കാര്യങ്ങളുണ്ട് അതിനാ എന്ന് പറഞ്ഞാൽ പേരിക്കുട്ടി തന്ത ഒരു യോഗം പോലും നടത്താതെ കാശ് ബാങ്കിലിട്ടതാ. തന്തയാതാ മനസ്സിലാകുന്നില്ലല്ലോ. മിക്കാറും 9, മിക്കാറും 10 ആകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്റെ കർത്താവ് വിശ്വസ്തനാ. ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കത്തില്ല, വഴിയിലിട്ട് വെച്ച് പോകത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തു വിശ്വസ്തനാ. അനാഥനായിട്ട് വിടത്തില്ല, അനാഥയായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. മാത്രമാണോ ദീനത്തിൽ കിടക്ക മാറ്റി വിരിച്ചിട്ട് പോകുന്നവനായ യേശു. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന യേശു, രക്ഷിക്കുന്ന യേശു അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്കണം, സ്നേഹിക്കുന്നെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം, പിൻഗമിക്കുന്നെങ്കിൽ യേശുവിനെ പിൻഗമിക്കണം. അവൻ ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കും. അവിടുന്ന് വിശ്വസ്തനാണ്. അവിടെ 6 കാര്യം എല്ലാം വിവരിക്കുന്നില്ല. ഓടിച്ചു വായിച്ചോ കർത്തദാസനെ. ഒന്ന് വിശ്വസ്ത സാക്ഷിയും, വിശ്വസ്ത സാക്ഷിയും, മരിച്ചവരിൽ ആദ്യജാതനും, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും, ഭൂരാജാക്കന്മാർക്ക് അവിടുന്ന് അധിപതിയും. പിന്നെ 6ാം വാക്യം യേശുക്രിസ്തുവിങ്കിൽ നിന്ന് 6ാം വാക്യം കൂടെ നമ്മെ സ്നേഹിക്കുന്നവൻ. അടുത്തത് നമ്മെ സ്നേഹിക്കുന്നവനാ. ദൈവത്തിന് മക്കൾ, ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. സ്നേഹിക്കുന്ന യേശു, രക്ഷിക്കുന്ന യേശു ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും. അടുത്തത് നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്, നമ്മുടെ പാപങ്ങൾ പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്ന ദൈവം. പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുന്നവനുമായ ആയവൻ എന്നേക്കും മഹത്വം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അതാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെ പറ്റി ആ വെളിപ്പാട്, ഇതാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവവചനവും ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയുക, ശരിയായിട്ട് ദൈവവചനം. ഇവിടെ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ അയച്ചത് 2 കാര്യത്തില്ല, ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും. ആ പത്മോസിൽ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ്. ആത്മീക ലോകത്തെ പാഠവും കൂടെ ഞാൻ പറയാം. ശരിക്കും വചനം പറഞ്ഞ് സഭ ഒറ്റപ്പെടുത്തും. ശരിയായിട്ട് ഉപദേശം പറഞ്ഞ് പെട്ടെന്നായിരിക്കും ട്രാൻസ്ഫർ. ഞാൻ പേരങ്ങ് വിട്ടുപോയി. ജോൺ തോമസ് അവർകളൊക്കെ സിയോമ്പെടുത്ത് ശരിക്കും ഒന്ന് ഉപദേശം പറഞ്ഞേ. സിയോമ്പുരം മാത്രമല്ല, ഹെബ്രോൻപുരത്തും എല്ലാ പുരത്തും ശരിയായി തീർത്ത കാര്യം പറഞ്ഞു. വചനം, ദൈവത്തിന്റെ വചനം, അത് ഉള്ളതുപോലെ പറഞ്ഞേ. അങ്ങനെ പറയുമ്പോ പിന്നെ പറഞ്ഞെന്ന് പറയാ, വിവരമില്ല, സ്റ്റാൻഡേർഡ് ഇല്ല, വായി വരുന്നതല്ല. മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ഒന്ന് ഒപ്പിച്ചേ. നല്ല പാസ്റ്റർ കേട്ടോ, പുള്ളി നല്ല മനുഷ്യൻ. നിക്കറിട്ടുകൊണ്ട് കർത്തമേശയ്ക്ക് വന്നാലും പുള്ളിക്കും കൊടുത്ത ഫീസ് എടുത്ത് അവിടെ പറയാം, അവിടെ പൊരുന്നോടാന്ന് പറയും. കമ്മലും മാല ഇട്ടാലും പറയും, മുക്കി ഇച്ചിരി കൂടെ വേണം ഇട്ടോളാൻ പറയും. അയലത്തുകാരോട് മിണ്ടുകയല്ല, തമ്മിൽ മിണ്ടുകയല്ല, സഹോദരങ്ങളായിട്ട് ഗുസ്തിയ. എന്നാലും പറയും സ്തോത്രം പ്രാർത്ഥിച്ച് നിർത്തിയാണ്ട്. ഒരു സഭയിലാണ് കൂടുന്നത്, മിണ്ടുകയല്ല. ഉടനെ പറയും മുമ്പോട്ട് വന്ന് 2 കാര്യം പറഞ്ഞാട്ടെ. അപ്പം പറയും നല്ല ഭാഷ കേട്ടോ, മിണ്ടുന്നില്ലല്ലോ ആരും. മോൾ മാമ എന്നെ തന്നെ വെച്ചത് നന്നായിരുന്നു. ശരിക്കും ഉപദേശം പറഞ്ഞേ, വചനം പറഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് യോഹന്നാനെ നാട് കിടത്തിയത്. ഇത് ആത്മീക ലോകത്തിൽ ഇത് തന്നെ. സഭയിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും തീർത്ത് വചനം പറഞ്ഞാൽ, ഉപദേശം പറഞ്ഞാൽ എല്ലാവരും നിനക്കെതിരാകും. പക്ഷേ ഒരു കാര്യം പറയാം, എല്ലാവരും എതിരായി കൈവിടുമ്പോൾ നിന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. 2 കാര്യത്തിലാണ് നാട് കടത്തിയത്. ഒന്ന് ദൈവത്തിന്റെ വചനം,
ഇത് തേനിലും തേൻകട്ടക്കിലും മധുരമുള്ള വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലകിലിരുക്കി ശുദ്ധി ചെയ്ത വചനമാ. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക വചനമാ. ഇത് ഇളമ്പുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെയും മേരി പോലെയും ആ ദൈവത്തിന്റെ വചനം. യിരെമ്യാവിൽ നമുക്കറിയാം, കോപട വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. യെശയ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കൽ തിരുവായി ഒഴിഞ്ഞത്, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ വചനം കാലിന് ദീപമാണ്, പാറയ്ക്ക് പ്രകാശമാണ്. ഇരുവായ്ത്തലകളുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ ദൈവത്തിന്റെ വചനം. ഈ വചനം കറവി എന്ന് പറയണം. അതിനാരും നോക്കരുത്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലെങ്കിലും കൊള്ളാം, എനിക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസരിച്ച് തീർത്ത് കാര്യം പറയും. എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല, പക്ഷെ അറിയാവുന്ന കാര്യം ഏത് പൊന്നുമോനിരുന്നാലും പറയും. എനിക്കെല്ലാം അറിയത്തില്ല. ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, വേദപുസ്തകം എല്ലാം അറിയാം അല്ലയോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. ഇനി കാണാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ 5-6 വാക്യം അതായത് തിരിച്ചും മറിച്ചും കാണാതെ പറയണം, അത്രേ ഉള്ളൂ. എനിക്കിതൊന്നും അറിയത്തില്ല. പിന്നെ എടുക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ മനപ്പാടമല്ലാന്നല്ലോ. എനിക്ക് വേറെ പുസ്തകം അറിയത്തില്ല. ഉടനെ ആ സഹോദരി പറഞ്ഞു, കള്ളം പറയുകയാണ്. ഞാൻ പറഞ്ഞ കഴിവിന്റെ പരമാവധി കള്ളം പറയാറില്ല, വേറെ പുസ്തകം അറിയത്തില്ല. ചില വാക്യങ്ങൾ പ്രസംഗിച്ചു വരുന്ന കൂട്ടത്തിൽ മനപ്പാടം ഉണ്ടെന്നേ ഉള്ളൂ. അതും ദൈവം ഓർമ്മ തന്നതുകൊണ്ടാണ്. സ്തോത്രം. വേറെ പുസ്തകം അറിയത്തില്ല, പക്ഷേ അറിയാവുന്ന കാര്യം തീർത്ത് പറയും. അതിനാരുടെ മുഖം നോക്കുകയല്ല. ദൈവത്തിന്റെ മകത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കും, പറയും, കർത്താവ് അറിയിക്കുന്ന കാര്യം തീർത്ത് പറയും. അതിന് ഒരു തർക്കവുമില്ല. ദൈവത്തിന്റെ മകത്ത് വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലെങ്കിലും കൊള്ളാം, കൈ തന്നാലും കൊള്ളാം, കൈ തന്നില്ലെങ്കിലും കൊള്ളാം. അഭിപ്രായമൊന്നും എനിക്ക് വിഷയമല്ല. എങ്ങനെ അഭിപ്രായം? അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇതൊക്കെ. ദൈവത്തിന്റെ മകത്വം അവിടെ ചെല്ലുന്നതാണ് മെയിൻ വിഷയം. അവിടെ പോകാൻ വേണ്ടിയായി കാര്യമെല്ലാം പറഞ്ഞു തരുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇത് കറന്നീർന്ന വചനമാണ്. ഇതിനകത്ത് കീടമൊന്നുമില്ല. 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് കീടം മാറ്റിയ വെള്ളി പോലെ ദൈവത്തിന്റെ വചനം. ഈ വചനം ശരിക്ക് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അത് സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ദേശത്താണെങ്കിലും എവിടെയും പറഞ്ഞ പ്രശ്നമാണ്. യോഹന്നാൻ തീർത്ത് വചനം പറഞ്ഞത് കൊണ്ടാ പത്മോസിൽ നാട് കടത്തിയത്. സഭയ്ക്കകത്തും തീർത്ത് ഉപദേശം പറഞ്ഞേ. സഭായം കഴിയുമ്പോൾ കോള് വരും, എന്നാ ഇന്ന് പാസ്റ്റർക്ക് വലിയ ഇളക്കം, കോള് വരും. ഇപ്പം വന്നില്ലേലും മെസ്സേജ് വിടും, ഞങ്ങളെ ഉപദേശിച്ചാണോ പാസ്റ്റർ അത് പറഞ്ഞേ. പണ്ട് നമ്മുടെ മേഖല പൊടിയച്ചന്നെ ഒരു കോഴി കട്ടവന്റെ തലേ കോഴിയുടെ കൂടെ കാണുന്നപ്പോൾ നീ എന്തിനാ തപ്പുന്നേ? എടുത്തവൻ തപ്പിക്കോളൂ, നീയുടെ മര്യാദയ്ക്കിരിക്കണം. കൈ പോകുമ്പോൾ ഓർത്തോണം ഇവനാ കോഴിയെ കട്ട. അപ്പോൾ ദൈവത്തിന്റെ വചനം നിമിത്തമാ പത്മോസിൽ നാട് കടത്തിയത്. ദൈവത്തിന്റെ മഹത്വം 2 കാരണത്താൽ. ഒന്ന് ദൈവവചനവും ആ ദൈവദാസനെ എനിക്ക് പാസ്റ്ററെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, അങ്ങ് സങ്കടം. കുഴപ്പമില്ലല്ലോ, അണ്ണ വായിച്ചു. 9-ാം വാക്യം 1:9. നിങ്ങളുടെ സഹോദരനും. നമുക്ക് അമ്മാമ്മയ്ക്ക് കൂടെ ഒരു അവസരം കൊടുക്കാട്ടെ. ഒന്ന് വായിച്ചു മൈക്ക് കൂടെ. മൈക്ക് അടുത്ത് പിടിച്ചു. മൈക്ക് എന്താണ്? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. 2 കാര്യത്തിലാണ് നാട് കടത്തപ്പെട്ടത്. ഒന്ന് ദൈവവചനം. എന്റെ കാലത്തിന് പ്രിയരായ, ശരിക്കും വചനം പറഞ്ഞാൽ പ്രശ്നമാണ്. ശരിക്കും വചനം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാർ വചനം പറഞ്ഞപ്പോൾ ഭൂലോകത്തെ കലക്കുന്നവരാണ്. ഇവര് പ്രശ്നക്കാരാന്ന് പറയാൻ കാര്യം, ശരിക്കും സത്യസുവിശേഷം പറഞ്ഞു. സത്യസുവിശേഷം എവിടെ പറഞ്ഞ പ്രശ്നമാണ്. നമുക്ക് വലിയ പ്രശ്നമില്ലാത്തതിന്റെ കാര്യം നമ്മളൊന്നും തീർത്ത് കാര്യം ഇതുവരെ അല്ല. എങ്ങനെ പൊത്തി 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 എന്നെ എല്ലാവരും ഇങ്ങനെ പമ്മിയിരിക്കുന്നേ, എല്ലാവരും പൊത്തി പൊത്തി ഇരിക്കുക. തീർത്ത് കാര്യം പറഞ്ഞ പ്രശ്നമാണ്. ആരെ ഞാൻ വിവരിക്കുന്നില്ല. ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. ഈ 2 കാര്യത്താൽ നാട് കടത്തപ്പെട്ടു. പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇനി വായിച്ച അമ്മാമേ. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ഈ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, ബർഗമോസ്, തിയത്തൈര, സർദീസ്,
എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. അടുത്തത് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും അപ്പോൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാൻ കാണാൻ തിരിഞ്ഞതാ. നാദം കേട്ടു, പക്ഷെ തിരിഞ്ഞ് കാണാനാ തിരിഞ്ഞത്. ആ നാദം ഒരു സ്വരൂപമാണ്. അത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവാണ്. അതാ ഈ നാദത്തിന്റെ വിശേഷത. പണ്ട് അമ്പലത്തിൽ പോയ സമയത്ത് നാമം ജപിക്കുമ്പം ഒരു വരി ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. പാസ്റ്റർക്കും ഒക്കെ അറിയാം. ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ അകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാള. കേൾവിച്ചാക്കവ ഉണ്ടായിരുന്നെന്ന് പറയും നാമം ചൊല്ലാൻ. അത് എന്തിനാ അച്ഛനിതൊന്ന് നാമം ചൊല്ലാൻ പാവത്തിന് അറിയത്തേ ഇല്ല. എന്നാലും അച്ഛനും കൂടെ ഇതിനകത്ത് പ്രതിയാക്കും. കേൾവിച്ചാക്കവ 2 പേരോട് നാമം ചൊല്ലിയെന്ന് പറയും. അത് എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ നിലയിൽ ധരിച്ച് മനുഷ്യപുത്രനോട് സദൃശനായവനെയും പണ്ടൊരുത്തനെ പാട്ട് പാടാൻ വന്നപ്പോൾ നീല ഷർട്ടിട്ടോണ്ട് വന്ന്. അത് ഷർട്ടിട്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെ ഇനിയിപ്പം ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ മിക്കവാറും ഇടാതെ വരാൻ സാധ്യത. ഇപ്പോഴത്തെ രീതി എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ അവനെ നീല ഇട്ട് സഭായത്തിന്. അവൻ ഞാൻ ചോദിച്ചു, എടേ സഭായത്തിനെങ്കിലും ഒരു വെള്ള ഇവിടെ ഈ നീല അങ്കി ധരിച്ചോണ്ടിരിക്കോ യേശു? അവനെ അത് വായിച്ചപ്പോ നീല അങ്കി എന്നല്ലാണ്ടാ കണ്ടത്. നിലയങ്കി എന്നുള്ളതാ. അവന് ഉപദേശം പറഞ്ഞതാ. യേശു യോഹന്നാൻ പ്രസിഡന്റ് നീല അങ്കി ധരിച്ചോണ്ടല്ലേ. നീലയങ്കി അല്ല വേവിച്ച നിലയങ്കിയ. വായിച്ചോ. നിലയങ്കി ധരിച്ച് മാറത്ത് പൻകച്ചവട്ടിയനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയുമല്ല വെളുത്ത പഞ്ഞി പോലെ ഒന്നും അടിച്ചില്ല. പിന്നെ അടുത്തത് ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയൊത്തതും കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച. അത് താഴോട്ട് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ഈ പ്രത്യക്ഷത തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. എന്നാൽ ഉത്തമയുടെ പുസ്തകങ്ങളിൽ അവൻ ശൂന്യൻകാരിയോട് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോണ്ട്? ഇവളിങ്ങനെ പാടി പറഞ്ഞ് പുലമ്പി തുള്ളിച്ചാടി ഒരു പാട്ടിന്റെ വരിയും കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഇടയച്ചെറുക്കനെ പറ്റി പാടി പറഞ്ഞ് ഇങ്ങനെ പുലമ്പി തുള്ളിയിരിക്കുമ്പോൾ ആ യെരൂശലേം പുത്രിമാരെല്ലാം കൂടെ വട്ടം കൂടിയായി ചോദിച്ചു, നീ ആരെ പറ്റിയായി പാടാ? അവള് പറഞ്ഞ വീണ്ടെടുത്തവനെ പറ്റി. ആരാ? ഇടയച്ചെറുക്കൻ. അവന് എന്തിയെ? അതെന്നെ കൊടുത്തേച്ചങ്ങ് പോയി. എന്തിയെ? ഇപ്പൊ അവൻ തിരിച്ചു വരും, അത് പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോ? അപ്പോൾ ആ വിശേഷതയാണ് 5-ാം അധ്യായത്തിന്റെ 10 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവിടുത്തെ ശിരസ് അതിവിശേഷമായ തങ്കം. ലോകങ്ങളിൽ ഏറ്റവും മാറ്റുകൂടിയത് ആ തങ്കം എന്ന് പറഞ്ഞാൽ കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു. പിന്നെ അവന്റെ തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കടികതും ചേർച്ചയായിട്ട് പതിച്ചതുമാകുന്നു. പിന്നെ അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും. അവിടുത്തെ കവിള് സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. പിന്നെ അവന്റെ ആദരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. പിന്നെ അത് 3 തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. 3 തൈലം ഇങ്ങനെ പൊഴിച്ചോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ തോന്നുകയല്ല. അതാണല്ലോ 3 ദിവസം മുഴുവൻ വചനം കേട്ടുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോകില്ല. വായിന്ന് വരുന്ന അതുപോലെ ലാവണ്യമാക്ക്. നമ്മളെങ്ങാനും വർത്താനം തുടങ്ങിയാൽ ദൈവമേ ഈ മെനക്കേടിന്റെ കൈ ചെന്ന് പെട്ട് എങ്ങനെ ഒന്ന് ഊരിപ്പോകുന്നത്? ഉറക്കവും വരുന്ന ക്ഷീണവും ഉണ്ടെങ്കിലും ആലോട്ട് നിർത്തുകയില്ല. നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത്. മെഡലയുടെ അടുക്കലാണല്ലോ ദൈവമേ ചെന്ന് പെട്ടത്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുന്നവരാരും എഴുന്നേറ്റ് പോകത്തില്ല. 3 ദിവസം വരുന്ന വചനം കേൾക്കുക, ആരും പോകുന്നില്ല. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യവാക്ക. ആശ്വാസം തരുന്ന, പ്രത്യാശ തരുന്ന, ഗുണീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ക്രമീകരണത്തിലേക്ക് വരുന്ന നല്ല വാക്കുകൾ അവിടെ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുക. അത് നല്ല സുഗന്ധമാണ്, കേട്ടിരിക്കും, ആശ്വാസമാണ്. അടുത്ത വാക്യം വായിക്കാം. പിന്നെ അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അത് ന്യായവതിയും അനുഗ്രഹത്തെ കാണിക്കുന്നതാണ്. പിന്നെ
അവന്റെ ഉദരം നീല രക്തം പതിച്ച ദന്തനിർമ്മിതം, ആ. അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെങ്കൽ തൂൺ. തൂണ് പോലെ. ചുരുക്കി പറഞ്ഞാൽ അത് അംഗപ്രത്യംഗ വർണ്ണനയാ. അവൻ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്ന ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവനും വേറൊരുത്തനില്ല. ആയിരം പതിനായിരങ്ങളിൽ അഴകുതിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങൾ അഴകുതിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. ആമേൻ. കാണും ഞാനെൻ മോക്ഷപുരേ കാതഞ്ചാരേ ശാലേംപുരേ. പോകാൻ മതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കാൺമതിനധി കാലമായി കൺകൊതിച്ചൊരു നാഥനെ, ഓ അതിജയമിതമഗതിയെ ഭൂമിൽ വീണ്ട അതിശയം മോക്ഷപുരേ കേറി അടിക്കണ്ട. അത് പാടി വേണ്ട ഇടയ്ക്ക് കയറി അടിക്കണ്ട. അത് മൊത്തം തീർത്തേറ്റ് മതി. അഴകുതിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങൾ അഴകുതിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. ആമേൻ. കാണും ഞാൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരബല ദൂതരെ, ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരബല ദൂതരെ, ഓ അവിടെ ഞാൻ വസിക്കവേ, അവിടെ ഞാൻ തേജസ്സിലുടലിഞ്ഞു വസിക്കവേ. വാഴ്ചകളധികാരമധികം ദൂത സഞ്ജയ ശ്രേഷ്ഠരെ, വാഴ്ചകളധികാരമധികം ദൂത സഞ്ജയ ശ്രേഷ്ഠരെ. കാണും ഞാൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. ഓ ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം, ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ആയിരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതസാനന്ദം, ഇരവും പകലും ഇവയെപ്പറ്റി ഞാൻ പാടും ഗീതസാനന്ദം. ഓ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാലംബം, ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാലംബം. കാണും ഞാൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. ആമേൻ. കാണും ഞാൻ മോക്ഷപുരേ പാദം ചാരേ ശാലേംപുരേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ. അവിടെയൊക്കെ ധാരാളം പേര് നിൽക്കുന്നുണ്ട്. കസാര ഇനി ഇല്ലായിരിക്കും. മോളമാമ കസാര ഉണ്ടോ? ഇനി ഇല്ലായിരിക്കും. അല്ലയോ? ഇതൊന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങനെ എടുത്തോണ്ട് വന്നു തോന്നുന്നു. ആ ഇനി അവിടെ നിൽക്കട്ടെ, ഞാൻ നിൽക്കില്ലയോ. അപ്പൊ ശ്രദ്ധിക്കുക, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, അതാ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഓർപ്പിച്ചല്ലോ, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഈ 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടിട്ട് പിന്നെ താഴോട്ടുള്ള വെളിപ്പാട് കണ്ടാൽ വെപ്രാളം വരികയല്ല. മനസ്സിലായി കാണും. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു 7 പൊൻനിലവിളക്കണ നടുവിൽ നിലയങ്ക് ധരിച്ച് നേരത്ത് പൊങ്കച്ച കെട്ടിയവനായി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാനമുള്ളവനായി അവൻ നടകൊള്ളുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ 1-ാം അധ്യായത്തിലെ വെളിപ്പാട്. ഈ വെളിപ്പാട് കണ്ടിട്ട് 12-ലെ വെളിപ്പാടോ 13-ലെ വെളിപ്പാടോ കാണുന്നെങ്കിൽ പേടിക്കുകയല്ല. നമ്മൾ ആദ്യം 1-ലെ വെളിപ്പാട് കാണാതെ 12-ഉം 13-ഉം കണ്ടാൽ വെപ്രാളവും പിന്നെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയും സഭയായിട്ട് ഫാസ്റ്റിംഗ്. സ്വർഗത്തിൽ കാണായി. പിന്നെ തലയും 7 തലയും 10 കൊമ്പും 10 കൊമ്പും തലയിൽ 7 രാജമുടി, തലയിൽ 7 രാജമുടിയും നിറമുള്ള ഒരു മഹാസർപ്പം. എങ്ങനെയുണ്ട്? എവിടായി സർപ്പാമ്പ്? അതിന്റെ വാൽ അമ്മേ നിർത്താം, എനിക്ക് വിടവതാണ്.
ഈ പാമ്പ് എവിടാണ്? സ്വർഗത്തിൽ. അപ്പൊ പിന്നെ സഭയ്ക്കകത്ത് പാമ്പ് വരുന്നതിന് സ്വർഗത്തിൽ അടയാളം കാണാ എന്ന് തീവ്രമുള്ളൊരു പാമ്പ്. അപ്പൊ പിന്നെ സഭയ്ക്കകത്ത് ഇവിടെ ഈ സഭയ്ക്കകത്തെല്ലാം പാമ്പുണ്ടച്ചാ. അത് വലിയ പത്രോസ് പറഞ്ഞത് ശാന്തന്മാർക്ക് മാത്രമല്ല. ആ അപ്പൊ സഭയ്ക്കകത്ത് മൂർഖനുണ്ടേ ഉണ്ട്. അവൻ സാക്ഷി പറയാൻ തരുന്ന ചീറ്റും ഞായറാഴ്ച. അവനെയും പെമ്പളെയും പിള്ളേരെ ഉദ്ദേശിക്കുന്ന കാര്യം വല്ലതും പാസ് പ്രസംഗിച്ചാൽ സഭയ്ക്കകത്ത് പാമ്പുണ്ട്. സഭയ്ക്കകത്ത് നീർക്കോലിയുണ്ട്. ഇവൻ കടിച്ച ചാകത്തില്ലെങ്കിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് കയറി മിക്ക വീട്ടിലും ബൈക്ക് എടുത്ത് പോകുക. അത് അങ്ങനല്ല ഇങ്ങനെയാണ്, നമുക്ക് ഇതിന് പ്രതിഷേധിക്കണം. അവൻ നീർക്കോലിയാ. എന്നാലും ഒരു ദിവസം അത്താ മുടക്കും. സെന്ററിലൊക്കെ നീർക്കോലി ഉണ്ടെന്ന്. അവൻ ചെന്ന് എന അറിയാത്ത ആൾക്കാരാണ് ചിലപ്പോൾ തപ്പലും ഉണ്ടാകും. അത് നമ്മൾ നന്നായിട്ട് എനം അറിയണം. നീർക്കോലിയാണോ മൂർഖനാന്നോ? അപ്പൊ ഇതിനകത്തൊക്കെ നീർക്കോലിയുണ്ട്, ചേരയുണ്ട്. ചേര കടിക്കത്തില്ല, കയറി ചുറ്റും. ഇങ്ങനെ കയറി ചുറ്റും. അങ്ങനെ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കും. നമുക്കത് പരിഹരിക്കാം. പക്ഷെ ഇവൻ ചേരയുണ്ട്. പിന്നെ രാജവെമ്പാലയുണ്ട്. അത് ആണ്ടിലൊരിക്കല വെളിയിൽ നിന്ന് വരുന്നതാ. 2 ആഴ്ചത്തേക്കാ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വെമ്പാല എപ്പോഴും ഇറങ്ങത്തില്ല, വല്ലപ്പോഴും ഇച്ചിരി കാശുമൊക്കെ കൊണ്ട് തരും. പക്ഷെ ഇടയ്ക്കൊന്ന് പത്തി പൊക്കും. അവൻ അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കും. വെമ്പാല എഴുതുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. വെമ്പാല പല ടൈപ്പ് ഉണ്ട് ഇതിനകത്ത്. മൂർഖനുണ്ടെ പിന്നെ ഇതെല്ലാം കാണുകയല്ലേ. പിന്നെ പണ്ട് ഇപ്പൊ അധികം കാണുന്നില്ല. അച്ഛൻ കണ്ടിട്ടുണ്ട് ബില്ലൂന്നി. ബാലെ കുത്തി. ഞാനെ പണ്ട് ബാബച്ചാൻ ഞങ്ങളുടെ മാവേലിക്കരെ പോയി തിരിച്ചു വരുമ്പോൾ ചെറുകോല് പാലത്തിൽ അവിടെ ഒരു ബില്ലൂന്നി ഞങ്ങളുടെ മേളിൽ കൂടാ പോയത്. ബില്ലൂന്നി സഭയിലൊക്കെ ബില്ലൂന്നി ഉണ്ട്. പാസ്റ്റ് പ്രസംഗിക്കുന്നതിനേക്കാളും മേളിൽ കയറി പ്രസംഗിക്കും. അതാ ബില്ലൂന്നി. എന്തായാലും നമ്മൾ അങ്ങ് ഒതുങ്ങി കൊടുത്തേക്കണം. ഇച്ചിരി സമയം കൂടി 10 എടുത്തോ തങ്ങച്ചാന്ന് പറയണം. അവന് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും ചൂടിലുമായിട്ട് പോകണം. ഒരടി കഴിച്ച് നമ്മളൊന്നും ചെയ്യാൻ പോകണം. നമ്മളങ്ങ് ഒതുങ്ങി കൊടുത്തേക്കണം. അങ്ങ് പൊക്കോട്ടെന്ന് പറയണം. അപ്പൊ ചുരുക്കി പറഞ്ഞ പല ടൈപ്പുണ്ട്. മൂർഖനുണ്ട്, ചേരയുണ്ട്, വില്ലൂന്നിയുണ്ട്, അണലിയുണ്ട്. സഭയ്ക്കകത്ത് അണലി ഇങ്ങനെ തെറ കൂടി ഇരിക്കും. അണലി തന്നെ പല ടൈപ്പുണ്ട്. പല ടൈപ്പ്. ഒരണലിയാ ഈ ചേരത്തണ്ടൻ എന്ന് പറയും. കടിച്ച ചാകത്തില്ല. ആണ്ടോടാണ്ടക്ക് കടിച്ച ഭാഗം പിറ്റേ വർഷം വരുമ്പോൾ ചെറുതായിട്ട് ചൊറിഞ്ഞ് പിന്നെ അത് പ്രശ്നമായി ഇങ്ങനെ അത് ചളി അവിടെ ഇങ്ങനെ ചേന ചെത്തിയത് പോലെ ഇരിക്കും. ചേനത്തണ്ട സഭയ്ക്ക് ഓരോ വർഷവും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവൻ ചേനത്തണ്ടനാ. ഇവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവൻ ഈ സമയത്ത് തന്നെ നിന്റെ പേരാ ചേനത്തണ്ടൻ. ഇതിനകത്ത് കാണും പമ്മി ഇരിക്കുക. പിന്നെ ആ നോട്ടം ഇരുമ്പം കാണും പറയാം നീ പഴയ ചേനത്തണ്ടനാ. സിയോമ്പുരം തുടങ്ങിയ കാലം മുതലേ നീ ചേനത്തണ്ടനാന്നേ. ഇതിനകത്ത് നീ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞ് ഇതെല്ലാം കുത്തി വ്രണമാക്കി ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് മിക്കവാറും 9 കഴിയും. അപ്പൊ ശ്രദ്ധിച്ചേ, പല ടൈപ്പുണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരു കാര്യം അപ്പം ഭാഷ ചിന്തിക്കുക, ദൈവമേ എങ്ങനെ ഇതിനെയല്ല ഒറ്റ പണിയേ ഉള്ളൂ. മകടി ഊതിക്കോണം. മകടി ഉപവാസവും പ്രാർത്ഥനയും. ഇന്ന് നന്നായിട്ട് ഇന്ന് ചില പാവം പിടിച്ച സഹോദരിമാരൊക്കെ വരും മകടി ഊതാ. ഇത് ഊതിക്കണം. ഊതി ഇവനെ എല്ലാം കൊട്ടയ്ക്കകത്ത് കേൾക്കണം. അല്ലാതെ അതൊരു രക്ഷയില്ല. നമ്മൾ ഇടയാൻ പോയാൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും ഉപവാസവും, ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും. അതുകൊണ്ടൊക്കെ ഇത് ഒതുങ്ങുകയുള്ളൂ. ദൈവത്തിന്റെ മകത്ത് പല ടൈപ്പ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഈ ചേനത്തണ്ടനെയും മൂർഖനെയും തീവ്രമുള്ളതിനെയൊക്കെ കണ്ടാൽ വെപ്രാളം വരാതിരിക്കണമെങ്കിൽ 1-ാം അധ്യായത്തില് വെളിപ്പാട് കാണണം. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് സകലത്തിന്റെയും അധികാരമുള്ളൊരുവൻ, സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരുവൻ, അവൻ സ്തോത്രം സകലത്തിന്റെ താക്കോലുള്ള ഒരുവൻ, മരണത്തിന്റെയും ധാരാളത്തിന്റെയും ജീവന്റെയും സകലത്തിന്റെയും അധികാരവും താക്കോലുമുള്ള ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. അതാണ് വെളിപ്പാട് 1-ലെ വെളിപ്പാട് കണ്ടേച്ച് 12-3 വെളിപ്പാട് കണ്ടാൽ വെപ്രാളം വരികയല്ല. നമ്മൾ കാണുന്നത് 12-3 വെളിപ്പാടാണ് കാണുന്നത്. വരുന്ന പ്രവാചകൻ പറയും ഒരു പാമ്പ് തറ കൂടിയിരിക്കുന്നതായിട്ട്. അപ്പൊ പുള്ളിക്ക് മനസ്സിലാകും ഈ ചേണ്ടി കലത്തിനകത്ത് വേഗം
അപ്പൊ പുള്ളി പറയും അപ്പറേ വേറൊരു രക്തയാണേലാന്ന് തോന്നുന്നു നമ്മൾ ഏതാണെങ്കിലും ഇരുന്നാലും നീ 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നവനാ 1-ാം അധ്യായത്തിൽ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മരിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവൻ ഉയർത്തും. മാത്രമാണ് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ്സ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. ഇന്ന് രാത്രി മരണത്തിന്റെ പാശങ്ങളെ, മരണത്തിന്റെ കരാളകസ്ഥങ്ങളെ, മരണത്തിന്റെ കെട്ടുകളെ അടിച്ചു മാറ്റി ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി രോഗാത്മാവിനെ അടിച്ചു മാറ്റി നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടിയിരിക്കുന്ന രോഗബന്ധനങ്ങളെ അടിച്ചു മാറ്റി സിംഹശക്തികളെ, അണലിയുടെ ശക്തികളെ തകർത്ത് മാറ്റി ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന യേശുവിന്റെ മഹത്വം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. രോഗാത്മാവിന്റെ ബന്ധനങ്ങള് ഇന്ന് രാത്രി കർത്താവ് അടിച്ചു മാറ്റും. നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ സഹായിക്കുന്ന ദൈവം. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് മരണത്തിന്റെയും പേരാളത്തിന്റെയും താക്കോലുള്ള യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടേച്ച് 12:3 വെളിപ്പാട് കണ്ടാ പേടിക്കുകയല്ല, വെപ്രാളപ്പെടത്തില്ല. പക്ഷെ തുടക്കത്തിലെ 12:3 വെപ്രാളമാകും. അപ്പൊ ഞാൻ നിങ്ങൾ കാണേണ്ട വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഈ വെളിപ്പാട് കണ്ടിട്ട് 13 വെളിപ്പാട് കണ്ടാലും വെപ്രാളം വരികയല്ല. എന്താ 13 വെളിപ്പാട്? 13:1 മുതൽ അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം, ആവശ്യമില്ലാത്തതെല്ലാം നാമമേ, ദൂഷണം ദൂഷണം ദൂഷണം. ഫേസ്ബുക്കിൽ കൂടെ അതിനകത്തെല്ലാം ദൂഷണം, അപമാനം, ആക്ഷേപം. ഒതുക്കാൻ പറഞ്ഞ പുള്ളി ഇപ്പോഴും ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദൂഷണനാമം നല്ല നാമമൊന്നുമല്ലല്ലോ. നല്ല നാമം യേശുവിന്റെ നാമമാണ്. അത് പകരുന്ന വൈരം പോലാ. ഇത് സൗഖ്യമാക്കുന്ന നാമമാ, പാപം മോചിക്കുന്ന നാമം, രോഗം സൗഖ്യമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ നാമം. 13-ാം അധ്യായത്തിൽ ദൂഷണനാമമാണ്. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടിട്ട് 13-ാം അധ്യായത്തില് ഈ മൃഗത്തെയും ദൂഷണനാമത്തെയും കാണുക പേടിക്കുകയല്ല. ദൈവത്തിന് മഹത്വം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, നാമം. ശ്രീയേശുനാമം അതിശയനാമം, കരമുയർത്തി കർത്താവിന് ഭക്തം കൊടുക്കുക. എല്ലാ നാമത്തിനും ശ്രേഷ്ഠമായ നാമം പരിശുദ്ധ നാമം, പരിമള തൈലം പോലുള്ള നാമം. എന്നാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ മൃഗം എഴുതി വച്ചിരിക്കുക ഭൂഷണ നാമങ്ങളെ. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടേച്ച് 13-ാം അധ്യായത്തില് ദൂഷണനാമം കാണുകയാണെ പേടിക്കുകയല്ല, വെപ്രാളപ്പെടത്തില്ല. ദൈവത്തിന് സ്തോത്രം. നല്ല ഉറപ്പും ധൈര്യമായിരിക്കും. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഓടിച്ചു പറയാം. 22 അധ്യായം. ഓരോ അധ്യായവും പെട്ടെന്ന് മനസ്സിലാക്കാൻ
ഓടിച്ചിങ്ങനെ പറയുന്നത്. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേരെ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും അതോടനുബന്ധിച്ച് കാഹളങ്ങൾ നീട്ടുന്നതായിട്ട് കാണുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് ദർശിക്കുന്നു. 11 ഓർപ്പിച്ചുള്ള മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം സിയോൻ മയിൽ കുഞ്ഞാടിനോട് കിട 144,000 പേര്. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ചു വൈണികന്മാർ അത് വീണ മീട്ടുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശം ഭൂമിയിലേക്ക് ഒടിക്കുന്നു. 17-ാം അധ്യായം എതിർക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19-ാം അധ്യായം പ്രത്യാശയ്ക്ക് ഉതകുന്നതാ കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായവും 1000 ആണ്ട് വാഴ്ച. 21 പുത്തൻ ഋഷിലയും ഇറങ്ങി വരുന്നു. 22-ാം അധ്യായം ഒറ്റ വാക്കി പറഞ്ഞാൽ നിത്യതയിൽ പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ ഓടിച്ച് നമ്മൾ ഈ അധ്യായങ്ങളൊന്ന് മനസ്സിലാക്കി. ഇതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ഓരോ വാക്കും പദവും എടുത്ത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ശ്രേഷ്ഠരായ ദൈവദാസന്മാർ മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറവൊന്നുമല്ല. ധാരാളം ആൾക്കാരുണ്ട്. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെടുത്താ വായിച്ചത്. ഒന്ന് വായിച്ചാട്ടെ ഒന്നുകൂടെ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഞാൻ ഇന്ന് അധികം പാടുന്നില്ല. അതിന് പല കാര്യമുണ്ട്. 1 സമയം, 2 പഴയ പാട്ട് എല്ലാവർക്കും ഒന്നും വലിയ തിട്ടമില്ല. അത് കുറ്റമല്ല, പല കാര്യങ്ങളാണ്. തന്നെയല്ല അത് വായിച്ചു തരാനായിട്ടുള്ള ആളും ഇന്ന് കൂടെ വന്നിട്ടില്ല. അതിനൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റേ പുള്ളി പെട്രോൾ അടിക്കാൻ പോവുകയും ചെയ്തു. അതങ്ങ് പോയതാണ്. ആട്ടെ, ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഇതെല്ലാം കൂടെ പണ്ടൊരാൾ പറഞ്ഞ പോലെ ആശാരിയുടെ പണിക്കുറ്റം കൊണ്ട് തടിയുടെ വളവുണ്ട്. അതുകൊണ്ട് തന്നെയല്ല ചിലർ പറയുന്നത് അയാൾക്ക് വചനമൊന്നും അറിയാൻ മേല, പ്രസംഗിക്കാനല്ല, അതിന് ഈ പാട്ടാ കൂടുതൽ പാടുന്നത്. അപ്പോൾ അതോടെ കണക്കിലെടുത്ത് ഇന്ന് ഇച്ചിരി കാര്യം കൊണ്ടെന്ന് പറയാം. എന്തായാലും ഒരു കാര്യം ഓർപ്പിക്കാം. വാതിക്കൽ നിന്ന് മുട്ടുന്നു. 3:20 ഓർപ്പിച്ചല്ലോ. വെളിപ്പാട് പുസ്തകം 7 സഭയ്ക്കുള്ള ദൂത. 2-3 അധ്യായം. ആ സഭയെ പറ്റി 1-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. 7 സഭയ്ക്ക് ദൂത. അതിൽ 7-ാമത്തെ സഭയോട് പറഞ്ഞ ദൂതിലെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ലവോദിക്ക സഭയോട്. ഈ ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. 1, കർത്താവ് ആ പറയുന്ന സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും, അത്യാവശ്യമാണ്. 2, അഭിനന്ദനം. 3, ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് ഓർപ്പിക്കും. 4, അവരെ നന്നായിട്ട് വിവേചിക്കും. 5, അവരെ പ്രബോധിപ്പിക്കും. 6, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും അവരോട് പറഞ്ഞിരിക്കും. ഇതാണ് ദൂത് പറയുന്നതിന്റെ ഒരു അടിസ്ഥാന തത്വം. അപ്പൊ 1, കർത്താവ് ഏത് സഭയോട് ദൂത് പറഞ്ഞാലും ആ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. ഇപ്പോൾ ഒറ്റ വാക്കിൽ ബഹുമാന്യ കർത്തദാസൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി, അത് തെറ്റില്ല. ചില ആൾക്കാർ പരിചയപ്പെടുത്തത്തില്ല. ആരാ, എവിടുന്ന, എന്തുവാ അവർ പറയുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന. പക്ഷെ അവർക്ക് കുറച്ച് പേർക്ക് അറിയാം ആരാണ്. അവർക്ക് കുറെ ആൾക്കാർക്ക് അറിയാം. ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവും ചിലരെയൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആട്ടെ, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ടമാനം ആകരുതെന്നേ ഉള്ളു. ചിലര് ഈ മരണ വീട്ടിലൊക്കെ അനുശോചനത്തിന് സമയം കൊടുക്കുമ്പോഴേ നമുക്ക് ഒരു അസ്വസ്ഥത തോന്നാറുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. എൻ്റെ മക്കൾ ഇപ്പോൾ മൂത്തവൻ ഹൂസ്റ്റണിൽ, 2-ാമത്തവൻ കാലിഫോർണിയ, 3-ാമത്തവന് ഓസ്ട്രേലിയ. കൊച്ചുങ്ങൾ അറിഞ്ഞു പോലും ഇല്ല തള്ളയത്തത്. അവരിന്ന് രാവിലെയും വിളിച്ചു എന്നോട്. പിന്നെ അവൻ വന്നവരല്ല അറിയണം, കൊച്ചുങ്ങളല്ല. ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം, സെൻറ്റർ, ലോക്കല്, പിന്നെ ഏതെല്ലാം തസ്തികയുണ്ട് അത് മുഴുവൻ വിളമ്പിയേച്ചേ
അങ്ങനെയുള്ള ഒത്തിരി ബിരുദന്മാരുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടില്ലായിരിക്കും. പാവത്തുങ്ങൾ ഒന്നും അറിയാൻ മേലാത്ത പച്ചപരമാർത്ഥികൾ കുറയണം ഇന്ന് രാത്രി കൺവെൻഷൻ വന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ പരിചയപ്പെടുത്തുന്നത് അതിന് കടന്നു പോകരുത്, ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ യേശുക്രിസ്തു ഈ ലവോദിക്ക സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. 14 വാക്യം വായിച്ചേ, 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനും. ശ്രദ്ധിക്കുക, കർത്താവ് ഈ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഒന്നുകൂടെ ദൈവദാസനെ ആ വാക്യം ഒന്ന് വായിച്ച് ഓടിച്ചു പറയാം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. സാക്ഷി. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത് കൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. കർത്താവ് സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തി. അല്ലയോ ലവോദിക്ക സഭയ്ക്ക്, നിന്നോട് ദൂത് പറയുന്ന, ആലോചന പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസ്തന്. നിന്നെ വടിയിലിട്ട് വെച്ച് പോവുകയാണ്. വിശ്വസ്തനാണ്. നരയ്ക്കുവോളം ചുമക്കും. യേശുവിനെ സേവിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ വഴിയിലിടുകയല്ല. നിങ്ങൾ പഴയ നിയമത്തിലൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുള്ളവരാ, വിശേഷിച്ച് മല്ലപ്പള്ളിക്കാരും സിയോംപുരംകാരാ, മൺമറഞ്ഞ പൊടിക്കുഞ്ചപ്പച്ചന്റെ ശുശ്രൂഷയിൽ വന്നവരാ. ആദ്യ സമയത്തുള്ളവർ ഇപ്പം അധികം ഇല്ലെന്ന് തോന്നല്ലോ വെച്ചാൽ കുറവാ. സ്തോത്രം. അതുകൊണ്ട് എന്നാലും പിൻതലമുറയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ വചനത്തിലൊക്കെ നല്ല തിട്ടമുണ്ട്. നിങ്ങൾക്ക് വചനം അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും വചനത്തിൽ തിട്ടമുള്ളവരുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ ദാവീദ് യുദ്ധത്തിന് പോയപ്പോൾ ഈ സിക്ലാഗ് വന്ന് തീയിട്ട് ചുട്ടു. അമാലിക്കരെല്ലാം കൂടെ വന്ന് പ്രശ്നമുണ്ടാക്കി ആകെ നാശമൊപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ ഭാര്യമാരെ എല്ലാം പിടിച്ചോണ്ട് പോയി, പിള്ളേരെയും പിടിച്ചോണ്ട് പോയി. ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു. അപ്പൊ ജനമെല്ലാം കൂടെ ദാവീദിനെ കല്ലെറിയാൻ പറഞ്ഞു. ഇയാൾ കാരണമായതല്ല, എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടേച്ച് അബിയാഥാർ പുരോഹിതനോട് പറഞ്ഞു ഏബോദ് കൊണ്ടുവരാൻ പറഞ്ഞു. ഏബോദ് കൊണ്ടുവന്ന് ദാവീദ് ദൈവാലോചന ചോദിച്ചു, കർത്താവേ ആ പരീക്ഷയുടെ പുറകെ പോണോ? അപ്പൊ ദൈവം പറഞ്ഞു പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു, അവരെ നിന്റെ കയ്യിൽ തരും. അങ്ങനെ ദാവീദ് 10-100 പേരെയും കൂട്ടി അവരുടെ പുറകെ പാഞ്ഞു. അങ്ങനെ ഇവർ വന്ന് ബെസോർ തോട്ടിങ്കിൽ വന്നു. ബെസോർ തോട്ടിൽ വന്നപ്പോൾ ഏതാണ്ട് 200 പേര് പോയില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസനെ. 200 ആണോ 400 ആണോ? അമ്മേ കണ്ടോ അമ്മേ? എത്രയാ? എത്രയായാലും പോട്ടെ, അമ്മക്ക് യോഗം നിർത്തിച്ച് വീട്ടിൽ പോകണമെന്നായിരിക്കും. ദാവീദിനോട് കൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിൽ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് 600 പേര് പുറപ്പെട്ടു. അതിൽ 600 പേരിൽ അടുത്തത് ബെസോർ തോട്ടിങ്കിലെത്തി ശേഷമുള്ളവർ അവിടെ താമസിച്ചു. എത്ര പേരാ കൂടെ പോയത്? 600 പേര്. മൊത്തം 600 പോയി. തോട്ടിങ്കിൽ താമസിച്ചത് 200 പേര്. 400 എണ്ണം കൂടെ പോയി. അവിടെ നിന്ന് തപ്പി ഊപ്പാട് വരിക. ഇങ്ങോട്ട് നോക്കാതെ പിന്നെ യോഗം കഴിഞ്ഞ് പറയാം. എവിടെ തോടെവിടാന്ന്. അവൾ 600 പേരുമായിട്ട് യാത്ര ചെയ്തു. 400 പേര് കൂടെ പോയി. 200 പേര് ബെസോർത്തോട്ട് വന്നപ്പോ അവിടെ തങ്ങി. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം അക്കരയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല, തോട് കിടപ്പാൻ വയ്യ, ഞങ്ങൾ ഇവിടെ. ഇവര് പഴയ വകുപ്പൊക്കെ പറയും, ഞങ്ങൾ പണ്ട് ചെങ്കടൽ കടന്നതാണ്, എന്റെ ഫാദർ അന്ന് ഇപ്പൊ അനങ്ങാൻ പോലും മേലെ റോഡും ചാടാൻ മേലെ പരുവക്കേടി ഇരിക്കുക. ഗ്രാൻഡ് ഫാദറിന്റെ കണക്ക് പറഞ്ഞ് എന്റെ അപ്പച്ചനായിരുന്നു മല്ലപ്പള്ളിയിലെ. പിന്നെ അപ്പച്ചനന്ന് ചെങ്കടൽ കിടന്നു, ജീസസ് യോർദാൻ കിടന്നു, ഗ്ലോറി. നിനക്കിപ്പോ അനങ്ങാൻ മേലല്ലോ. നിനക്കൊരു ദോത്രവും പറയാൻ മേലെ, കൈ അടിക്കാൻ മേലെ, പ്രാർത്ഥിക്കത്തുമില്ല, ആരാധിക്കത്തുമില്ല, അനങ്ങാതിരിക്കുക. എന്നിട്ട് പഴയ വകുപ്പൊക്കെ പറയാം. അപ്പച്ചൻ കിടന്നില്ല, നിനക്ക് എന്നാടാ? അപ്പച്ചൻ കിടന്നെങ്കിൽ അങ്ങ് ചെല്ലുമ്പോ അപ്പച്ചൻ പ്രതിഫലം വാങ്ങും. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പേര് പറഞ്ഞാലൊന്നും നിനക്ക് പ്രതിഫലം കിട്ടുകയല്ല, രക്ഷ വ്യക്തിപരമാണ്. ഇവിടെ ചില നന്മയൊക്കെ കിട്ടും, പക്ഷെ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ അവനവൻ ചെയ്യണം. സേവിച്ചു കൊടുത്ത് ചെലവാക്കുന്നതിന് നന്മ തരാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ അങ്ങ് പ്രതിഫലം വാങ്ങണമെങ്കിൽ നീയും ദൈവമായിട്ട് ബന്ധം വേണം.
അപ്പൊ 200 പേര് തോട്ടിങ്കൽ തങ്ങി, 400 പേര് കൂടെ പോയി. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വയ്യ, തോട് കിടക്കാൻ മേലെന്ന്. ഒരു പഴയ ഫോട്ടോ ഒക്കെ ഇടും, ചെങ്കടൽ കിടന്നതിന്റെ ഫോട്ടോ, യോർദാൻ കിടന്നതിന്റെ ഫോട്ടോ. പക്ഷെ ഇപ്പം അനങ്ങാൻ മേല, ബസർത്തോട് കിടക്കാൻ മേല. ദൈവത്തിന് മഹത്വം. 200 പേര് അവിടെ ക്ഷീണിച്ചു. ഞാൻ വിസ്തരിക്കുന്നില്ല. ക്ഷീണിച്ചെങ്കിലും പഴയ വകുപ്പൊക്കെ ആയപ്പം. ഇതാണ് എൻ്റെ ഫാദർ ചെങ്കടൽ കിടന്നതിന്റെ ഫോട്ടോ. ഓ റിയലി? ഒരു ഇംഗ്ലീഷിൽ എത്തിയോ? ആ അല്ലേ, എന്നോട് ഇംഗ്ലീഷ് അന്നോ നന്നായിരിക്കും. 200 പേർക്ക് തോട് കിടക്കാൻ മേല. ഒരു കാര്യം പറയാം, പണ്ട് ചെങ്കടൽ കിടന്നതും യോർദാൻ കിടന്നതൊക്കെ നല്ലതാ. അതിന്റെ കയറോപ്പും പറഞ്ഞിരിക്കരുത്. ഇന്ന് നീ എങ്ങനെ ഇരിക്കുന്നുള്ളത് തന്നെ ശോധന ചെയ്യണം. 200 പേര് അവിടെ തന്നെ, 400 പേരുമായിട്ട് ദാവീദ് ഇവരുടെ പുറകെ പോയി. അങ്ങനെ പുറകെ പോയി യാത്ര ചെയ്ത് വന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു രോഗിയായ ഒരു മനുഷ്യനെ കണ്ടു. അത് മൊത്തം വായിക്കാനായിരുന്നു. അത് പിന്നെ കാര്യം വായിക്കാം, ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഈ യാത്ര ചെയ്ത് പോയപ്പോൾ വഴിയിൽ വെച്ച് രോഗിയായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ ആരാ? ഞാനൊരു മിസ്രയീമിനാ, ഒരു അമാലേക്കിന്റെ പ്രത്യനാ. എന്നെ പറ്റി? രോഗിയാ, വയ്യ. എവിടുത്തുകാരനാണ്? ആ 13ാമത്തെ വാക്യം വായിച്ച്. 13ാം വാക്യം. ദാവീദ് അവനോട്, നീ ആരുടെ ആള്? എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ പ്രത്യൻ. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കിനെ സേവിച്ചവനാ. ഇവന്റെ ചോര നീരുമെല്ലാം അമാലേക്കിന് വേണ്ടി ചെലവാക്കി. എന്നാൽ 3 ദിവസം മുമ്പ് ഇവന് ദീനമാണെന്ന് കണ്ടപ്പോൾ ഇക്കാലം അത്രയും സേവിച്ച അവൻ അമാലേക്കൻ ഇവനെ വഴിയിലിട്ടേച്ച് പോയി. നീ ലോകത്തിന്റെ പുറകെ പോയാൽ, ഉറക്കെ വിളിക്കുമല്ലോ, പോയാൽ ആരോഗ്യമുള്ളപ്പോഴും ഓജസ്സുള്ളപ്പോഴും അടിപിടി ഉണ്ടാക്കാനും ഒക്കെ ആരോഗ്യമുള്ളപ്പോൾ നിന്നെ മുന്നിൽ നിർത്തും. നീ ക്ഷീണിതനോ രോഗിയോ ബലഹീനനായാൽ ആരും നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അമാലേക്കിന്റെ പ്രത്യനാ. ഇവൻ രോഗിയായി കിടന്നപ്പോൾ 3 ദിവസം മുമ്പ് ഇവന്റെ യജമാനൻ ഇവനെ വഴിയിലിട്ടേച്ച്, യജമാനൻ നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. നീ രോഗിയാണെങ്കിൽ നിന്റെ രോഗത്തിൽ ദീനത്തിൽ കിടക്ക മാറ്റി ഭരിച്ചു തരും. അവിടുന്ന് നിന്നെ സൗഖ്യമാക്കും, അവിടുന്ന് സമാധാനം തരും, അവിടുന്ന് നിന്നെ രക്ഷിക്കും, അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കത്തില്ല, അവിടുന്ന് തള്ളിക്കളയത്തില്ല. പക്ഷെ അമാലേക്കിന്റെ പുറകെയാ പോകുന്നെങ്കിൽ വഴിയിലിട്ടേച്ച് പോകും, രക്ഷിക്കുകയല്ല. അങ്ങനെ ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്കെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോൾ ദാവീദ് ഇവന് 4 കൂട്ടം സാധനം കൊടുത്തെന്ന 11ാമത്തെ വാക്യം. 11 വായിച്ചേ. അവൻ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ട് ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തത് അവൻ അപ്പം കൊടുത്തു. ആദ്യം ഇവനെ അപ്പം കൊടുത്തു. അപ്പം പിന്നെ അവൻ തിന്നു. അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു. അവനെ ഒരു കഷണം അത്തിയട. ശ്രദ്ധിക്കണേ, 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. നിർത്തണേ. 4 കൂട്ടം സാധനമാണ് കൊടുത്തത്. ആദ്യം അപ്പം കൊടുത്തു, 2 വെള്ളം കൊടുത്തു, 3 അത്തിയുടെ കൊടുത്തു, 4 2 കഷണം ഉണക്ക മുന്തിരിക്കൊല കൊടുത്തു. എല്ലാം ഒന്നൊക്കെ മെച്ചമുള്ളതാ. അപ്പം, നല്ല അപ്പം കൊടുത്തു. അത് ജീവന്റെ അപ്പമാകട്ടോ, നല്ല അപ്പം. വെള്ളം അത് ആത്മനിറവിനെയും കാണിക്കുന്നതാണ്. സ്തോത്രം. അത്തി അത് രോഗശാന്തിക്ക് ഉതകുന്നതാണ്. അത്തിപ്പഴക്കെട്ട കൊണ്ടുവന്ന് പരിവിമയെ പുരട്ടി, രോഗശാന്തി. 3 ഉണക്ക മുന്തിരി. ആ ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ മുന്തിരിയട നൽകി എന്നെ ശക്തീകരിക്കണമെന്ന. നാരങ്ങ തന്നെ തണുപ്പിക്കണം, മുന്തിരിയട നൽകി എന്ന് പറഞ്ഞാൽ വചനവും കൊടുത്തു, ആത്മനിറവും ഉണ്ടായി. ദൈവത്തിന്റെ മഹത്വം മാത്രമാണോ, രോഗസൗഖ്യവും കൊടുത്ത് ഇവന് ശക്തി ഇരിക്കുന്ന മുന്തിരിയട. അടുത്ത പദവും കൂടെ വായിച്ച ഭാഗം വിട്ടേക്ക്. അടുത്ത പദം. അത് തിന്നപ്പോൾ അവനെ ഉയർ വീണു. ഇന്ന് രാത്രി നല്ല ദാവീദാകുന്ന യേശുവിന്റെ അടുക്ക നീ വന്നാൽ നിന്റെ രോഗത്തെ മാറ്റിത്തരും, നിന്റെ ബലഹീനത നീക്കിത്തരും, നിന്റെ തകർച്ചകളെ മാറ്റിത്തരും, നിന്റെ ക്ഷീണങ്ങളെ തീർത്തു തരും. ഇന്ന് രാത്രി നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഓർപ്പിച്ചല്ലോ, മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടുന്ന സദൃശമുള്ള പ്രാണമുള്ളവനായി ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്.
ലോകത്തിന്റെ പിറകെ പോയാൽ, ലോകത്തിന്റെ മോഹം അനുസരിച്ച് പോയാൽ, നീ രോഗിയായാൽ, ക്ഷീണിതനായാൽ നിന്നെ വഴിയിലിട്ടേക്ക് പോകും. എന്നാൽ നിന്റെ ആയുസ് മുഴുവൻ യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിന്റെ സാക്ഷ്യം വഹിച്ചാൽ, യേശുവിനെ അവൻ ധീരതയോടെ നിന്നാൽ ഉപേക്ഷിക്കത്തില്ല, വഴിയിലിടത്തില്ല, തള്ളിക്കളയത്തില്ല, തകർത്ത് കളയത്തില്ല. അവിടുത്തെ ചേർത്ത് നിന്നെ ഇരുത്തും. സേവിക്കണം. ദൈവത്തിന്റെ മകത ഓടിച്ചു പോകട്ടെ. അപ്പോൾ കർത്താവ് വിശ്വസ്തന ആണ് പരിചയപ്പെടുത്തിയത്. ഇനി 14 വാക്യം ഒന്നുകൂടെ വായിക്കാം, ഓടിച്ചു പറയാം. 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് തന്നെ ഒന്ന് സാക്ഷിക്കുക, ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ പറഞ്ഞ സമയമായി. ഞാൻ എങ്ങനെ എന്തോ ചെയ്യണം അച്ഛാ? എന്തോ ചെയ്യണം? അച്ഛൻ പറയാൻ പോലെ ചെയ്യുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അതാ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി, വിശ്വസ്ത സാക്ഷി. 2, ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാം. അവിടെ ആക്ഷേപമുണ്ട്. എന്തുവാ ആക്ഷേപം? 15 വാക്യം വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അത് ആക്ഷേപം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് പറഞ്ഞ നീ ഒറിജിനൽ പെന്തിക്കോസ് ആണോ? അതുമല്ല. എന്നാ സമുദായമാണോ? മിണ്ടുന്നില്ല. നീ ഒരു പരുവത്തിൽ ഇങ്ങനെ പോവുക, വലഞ്ഞൊരു പരുവത്തില്. അവിടെ ചെല്ലുമ്പോ നീ തല കാണിക്കും, ഇവിടെ വരുമ്പോ നീ വാലും കാണിക്കും. നീ എല്ലാത്തിനകത്തും ഉണ്ട് താനും. പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, പിണങ്ങാലും എനിക്കൊന്നുമില്ല. ഞാൻ ആരുടെ ഒന്നും മേടിച്ചിട്ടില്ല. എനിക്ക് ആരോടും അങ്ങനെയുള്ള പ്രതിബദ്ധതയൊന്നുമില്ല. IPC-കാരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഫുൾ കൈ ജിബായോ വെള്ളച്ചട്ടോ. ഇതര സഭക്കാർ വിളിക്കുമ്പോ പാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ലേ? പറയൊന്നും വേണ്ട ആരുടെ കാര്യമാണെന്ന്. നമ്മളെന്തിനാ വെറുതെ ലോകം ഉണ്ടാക്കും. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഉപദേശം, അപ്പുറം ചെല്ലുമ്പോൾ ഇതിന് നേരെ എതിരെ. നിന്നെ പറ്റിയായി പറഞ്ഞേ. സിയോപുരത്ത് സൺഡേ വരുമ്പോ പറയും ആഭരണം ഇടുന്നവർക്ക് കർത്തൃമേശ കൊടുക്കരുത്. അമേരിക്ക ചെല്ലുമ്പോ പറയും ആർക്ക് വേണേലും. ഞാൻ ശരിയാ പറയുള്ളൂ, ഇഷ്ടമുണ്ട തോത്രം പറഞ്ഞാൽ മതി. അല്ല, ഇവിടെ പാൻറ് ഇൻ ചെയ്ത ആളിനെ വെളിയിൽ ഇറക്കി വിട്ടു. ഇൻ ചെയ്ത പുള്ളിയെ വെളിയിൽ ഇറക്കി. അമേരിക്ക ചെന്നപ്പോ പുള്ളി നെഞ്ചത്ത് കയറ്റി സ്ത്രീകളെ കുളിക്കാൻ പോകുമ്പോലെ. ഉദാഹരണമല്ല, എന്തിനാ വെറുതെ അല്ലോ കരിച്ച സമയം കൂടെ എടുക്കാൻ പറഞ്ഞുകൊണ്ടാ. പച്ചാൻ കൊടുത്തത് വിനയായല്ലോ എന്നാലും. എന്നാൽ തീർത്ത കാര്യം പറഞ്ഞു, നീ ശീലവാനുമല്ല. ഇതിനകത്ത് പ്രമാണം ശരിക്കും പറയണം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, നീ അഭിഷേകം പ്രാപിക്കണം. 4, വേർപാട് പാലിക്കണം, തിരുമേശയെടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർക്കണം. ഇതാ ഇതിന്റെ ഉപദേശം. ഇത് തീർത്ത് പറയണം. അല്ലാതെ ഇവിടെ വരുമ്പോ ഒന്നും അവിടെ ചെല്ലുമ്പോ അതാ പറഞ്ഞത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. പണ്ട് വിയത്തമ്പിച്ച പറയുമായിരുന്നു, കിണറാന്നോ അതുമല്ല കുളവാന്നോ അതുമല്ല കൊളറ്. കിണറുമല്ല കുളമല്ല കൊളറ്. പണ്ട് 2 പേര് തീവണ്ടി പോയപ്പോ ചോദിച്ചു, എടാ ചായ വേണോ വേണ്ടല്ലോ? പുള്ളി തന്നെ പറയണേ, ചായ വേണോ വേണ്ടല്ലോ എന്ന്. അവൻ അതിലും വിട്ടു. അവൻ പറഞ്ഞു വേണ്ടണം. എങ്ങനെയുണ്ട്? 2 ഞാൻ മേടിച്ചു കൊടുത്തു. എനിക്കറിയാം ഇന്ന് ചായയോട് നടക്കുകയല്ലെന്ന്. ശീലവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീലോഷ്ണമാണ്. അതാ ആക്ഷേപം.
ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നിന്റെ കഴുത്തറത്താനും നീ ഉപദേശത്തിന് പ്രവചനത്തിന് നിൽക്കണം. പിന്മാറുന്നവർ കാണും, വിട്ടുപോകുന്നവർ പെന്തിക്കോസ് ശരിയല്ലെന്ന് പറയുന്ന ഒത്തിരി കാണും. അത് അങ്ങനെ ഇരിക്കട്ടെന്ന്. എടാ, ഇതിന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ കാലത്തും ഒരു ശേഷിപ്പേ ഉള്ളൂ. ആള് കൂടുന്ന കണ്ട് നീ ഇളകരുത്, ആളും വണ്ടി ഓളം കണ്ടെന്ന് വിളകരുത്. എല്ലാ കാലത്തും നോക്കിയ പ്രമാണം നിൽക്കുന്നത് കുറച്ചു പേരേ ഉള്ളൂ. പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. കാരണം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്ന എല്ലാവരും ആരാധിച്ചാണ് എഴുതിയേക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഒരു ചെറിയ കണ്ണികയുണ്ട്, 5-ന്റെ നേരെ മേളിൽ. അതൊന്ന് വായിച്ച അമ്മ എടുത്തെങ്കിൽ വായില്ലേ, പാസ്റ്റ് വായില്ലേ. 5-ന്റെ നേരെ മേളിൽ ഒരു ആദാം തന്റെ ഭാര്യയായിട്ട് പിന്നെയും ജീവിച്ച ഒരു കൊച്ചിനെ കൊണ്ട് അവർക്ക് ജനിച്ചു. കയ്യും കൊണ്ട ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തിന്റെ പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ 4-ാം അധ്യായത്തോട് ആരാധന തുടങ്ങി. എല്ലാവരും ആരാധിക്കുക. എവിടെ നോക്കിയാലും എല്ലാ ബിൽഡിങ്ങിന്റെ മണ്ടയിലും ഇല്ലേ. പിന്നെ പാസം കൊണ്ട് പോകാത്തോണ്ടാ 10 മണിക്ക്. തിരുവല്ലയിലും അങ്ങനെ തന്നെ, ചാനാശ്ശേരിലും അങ്ങനെ, എല്ലായിടത്തും നല്ല കാര്യം. ചെല്ലുപടത്തിൽ ഞങ്ങളൊരു വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഞ്ചനാ. നല്ല കാര്യം, നല്ല കാര്യം. എല്ലായിടത്തും ആരാധന തുടങ്ങട്ടെ. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ എല്ലായിടത്തും ആരാധന തുടങ്ങി, വർഷിപ്പ് തുടങ്ങി. നല്ല കാര്യം. പക്ഷേ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത് 8 പേരാ. ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? എന്റെ ഭാഷ പറഞ്ഞ മുഴുവൻ വെള്ളം കുടിച്ച് ചത്തു. കാരണം പറയാം, ഒരു പ്രമാണം ഉണ്ടായിരുന്ന ഒരു പെട്ടകത്തിന് 300 മുഴം നീളോ 50 മുഴം വീതി 30 മുഴം ഉയരോ ഒറ്റ വാതിലും. ഇതിനകത്തൂടെ അകത്ത് കയറാത്തവനെല്ലാം വെള്ളം കുടിക്കുകയാകും. ആ പെട്ടകം ക്രിസ്തുവാ. ഒരേ ഒരു വാതിൽ, രക്ഷകയുടെ വാതിലാ. ഇതിനകത്തൂടെ അകത്ത് കയറണം. നോള പകല് മുഴുവൻ പ്രസംഗിച്ച് ഒറ്റ ഒരുത്തം കേൾക്കുകയല്ല. ഒരുത്തനെങ്കിലും പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ അയാൾക്ക് വട്ടാണ്. പോഷനാണ് ഇയാൾ. അയ്യോ, തലയിൽ സ്ക്രൂ അയ്യഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമ്പോൾ നീ പൊട്ടനല്ലാതെ വല്ലവരും ചൊല്ലുമോ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. പിള്ളേര് പറയാം, ഉറങ്ങാത്തന്റെ ആടാ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നേ. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ച ചറവറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഞാൻ തൊണ്ട വിണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിനി. നോകയ്ക്ക് ഇതൊന്നും വിഷമല്ല, നല്ല പുള്ളി പ്രസംഗിച്ചു. പക്ഷേ പെട്ടകത്തിനകത്ത് കയറിയത് പുള്ളിയുടെ 3 ആമക്കളും അവരുടെ ഭാര്യമാരും. നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും. നോഹിന്റെ പക്കിനിയും 8 കയറി. പിന്നെ മൃഗങ്ങളെല്ലാം കയറി. കാട്ടിലെ മൃഗങ്ങളാ കേസരിഹി ദന്താവളം. പെട്ടകത്തിനകത്ത് കയറിയത്. നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം കാമം മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും. നോഹിന്റെ പക്കിനിയും. വീടിന് കാമം നിൽക്കും കുക്കുരം പട്ടി ഇതിനകത്ത് കയറി. പകലോ മറ്റത്തെ പാപ്പച്ചൻ ഇതുവരെ കയറിയില്ല. പാപ്പച്ചൻ ഇപ്പോഴും പറഞ്ഞ ഞങ്ങൾ പകലോ മറ്റ അപ്പച്ചാ നീ വെള്ളം കുടിക്കുക, അകത്ത് കയറി രക്ഷപ്പെടണം. പാപ്പച്ചൻ പറഞ്ഞ ഞങ്ങളെല്ലാം വർഷിപ്പിനും ഉണ്ടെന്ന്. ജീസസ്. പാപ്പച്ചൻ പറഞ്ഞ എൻ്റെ കൊച്ചുമോനാ ഇത് വായിക്കുന്നത്. ജീസസ്. കൊച്ചുമോനും വെള്ളം കുടിച്ചു, പാപ്പച്ചനും. മനസ്സിലായോ? പാപ്പച്ചന്റെ പട്ടി അകത്ത് കയറി പറഞ്ഞു, പാപ്പച്ച വരാൻ. എന്ത് ചെയ്താ പാപ്പം പോവുകയില്ല. ഏറിയത് ആരാ? പ്രമേണത്തിൽ നിന്ന് ആരാധിച്ചവനകത്ത് കയറി. പ്രമേണത്തിൽ നിന്ന് ആരാധിച്ചവനകത്ത് കയറി. ആരാധനക്കാരെല്ലാരും ഒന്നും രക്ഷപ്പെടുകയല്ല. പല വിധത്തിൽ ആരാധനയുണ്ട്, പല ടൈപ്പ് ആരാധനയാ ഉണ്ടെന്ന്. പക്ഷേ രക്ഷപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രമേണത്തിൽ നിന്ന് ആരാധിക്കുന്നവനകത്ത് കയറി രക്ഷപ്പെടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കൈവിടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. യേശു മാത്രമാണ് രക്ഷകൻ. ഞാൻ പ്രസംഗം നിർത്തുക. എനിക്കിത് ശരിക്ക് പാട്ടുമൊക്കെ പാടി പ്രസംഗിക്കണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണം. എങ്കിലും നിങ്ങൾ ഇത്രയും സമയം എന്നെ കേട്ടത് ഒന്നും ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് മകത്ത് എങ്കിലും പറയാനുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധി സമർപ്പിക്കുക. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുക. വാതിൽ തുറന്നു കൊടുക്കുക. യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കുക.
മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ വേർപാട് പാലിച്ച് നിൽക്ക്. യേശു വരാറായി. കർത്താവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടാം. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസിക്കും കുടുംബത്തിനും സെന്ററിന്റെ ചുമതല വയ്ക്കുന്ന കർത്തദാസൻ, ലോക്കൽ സഭയുടെ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, കൂടപ്പെട്ട ദൈവമക്കൾ എല്ലാവർക്കും നന്ദി. എടുത്ത വാക്യം വാതിൽ എന്നുള്ള വിഷയം അതിലോട്ട് ഇന്ന് പോകുന്നില്ല. എങ്കിലും ചില ചിന്തകൾ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നല്ലോ, നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം ഒന്ന് പാടി നമുക്ക് ഇറങ്ങിപ്പോകരുത്, എഴുന്നേറ്റിരിക്കണമെന്നാണ് പറഞ്ഞത്, ഇറങ്ങിപ്പോകാനല്ല പറയുന്നത്. അപ്പോൾ എഴുന്നേറ്റ് ഒന്ന് 2 ശീലൊന്ന് പാടി നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കാത്തിരിക്കും വിശുദ്ധരല്ല കഴുകനെ പോലെ ഗമിക്കും, കാത്തിരിക്കും വിശുദ്ധരല്ല കഴുകനെ പോലെ ഗമിക്കും. ആമേൻ മധ്യാകാശമണിയാറ്, ആമേൻ നാദനുമായി മധ്യാകാശമണിയാറ് ായി വേണ്ടി കഴിക്കും. യേശു എന്റെ അടിസ്ഥാനം